السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وآل كل والصحابة أجمعين، أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സഹോദരിമാരെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ യഥാർത്ഥ അടിമകളിൽ ഇബാദുർ റഹ്മാൻ, ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും, പകർച്ചവ്യാധികളിൽ നിന്നും, കാലവിപത്തുകളിൽ നിന്നും അല്ലാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. പരിശുദ്ധമായ ഇസ്ലാം പ്രകൃതിയുടെ മതമാണ്. പരിസ്ഥിതി സുരക്ഷാ ചർച്ചകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയും ഇസ്ലാമികമായ പാഠങ്ങളും പ്രത്യേകം ശ്രദ്ധയർഹിക്കുന്നതാണ് എന്ന് പറയേണ്ടതില്ല. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി കൊണ്ടാടുന്ന ദിവസമാണ്. പ്രകൃതി സംരക്ഷണത്തിനു വേണ്ടി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചതാണ് 1972 വേൾഡ് എൻവയോൺമെന്റ് ഡേ എന്ന നിലക്ക് പ്രകൃതി സംരക്ഷണ ദിവസമായി, പരിസ്ഥിതി ദിനമായി എല്ലാ ജൂൺ 5 കൊണ്ടാടാൻ വേണ്ടി തീരുമാനിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തിൽ പ്രധാനമായും പങ്കുവഹിക്കുന്ന പല കാര്യങ്ങളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കലും ഹരിതവൽക്കരണവും. അതൊരു കേവല പ്രവൃത്തിയായി ജൂൺ 5 അന്ന് സ്കൂളുകളിലും മദ്രസകളിലും സംഘടനാ തലങ്ങളിലുമൊക്കെ ഒരു മരം എല്ലാവരും കൂടെ നട്ട് അത് ഫോട്ടോ എടുത്ത് മീഡിയകളിലൂടെ ഷെയർ ചെയ്യപ്പെടുക എന്നതിന്റെ അപ്പുറം പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്ന ആ മഹത്തായ കർമ്മത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മരവും ചെടിയുമൊക്കെ നടുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വന്ന 1-2 ഹദീസുകളും അതുമായി ബന്ധപ്പെട്ട ചില മാതൃകകളും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് പഴയ കാലത്തേതുമാതിരി ഏക്കർ കണക്കിന് സ്ഥലങ്ങളോ മറ്റോ ഒന്നും സ്വന്തമായി ഇല്ലാത്ത ഒരു കാലമാണ്. 2, 3, 4, 5 സെന്റ് സ്ഥലങ്ങളിൽ പോലും വീട് എടുത്ത് എങ്ങനെയെങ്കിലും താമസിക്കുന്ന ഒരു രീതിയാണ് ഇന്ന് വല്ലാതെ വർദ്ധിച്ചു വരുന്നത്. കൃഷിയും ഹരിതവൽക്കരണവും ഒന്നും കൂടുതൽ പറയാൻ കഴിയില്ല, കാരണം ആ നിലക്ക് എല്ലാ കാര്യങ്ങളുള്ളത്. എന്നാൽ പോലും ഉള്ള സ്ഥലങ്ങൾ, ഉള്ള ആളുകളാ ഉള്ള സ്ഥലങ്ങളിലും ഇനി നമ്മുടെ വീട്ടുമുറ്റത്ത് എന്ത് സൗകര്യങ്ങളാണ് ഉള്ളത്, ആ സൗകര്യങ്ങളിലുമൊക്കെ ഇസ്ലാം പഠിപ്പിച്ച ആ ഒരു നല്ല ആശയത്തെ നാം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന നിലക്കാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ കാനത് ലഹു അർദുൻ ഫൽയസ്റഅഹാ ഔ ലിയംനഅഹാ അഖാഹു. ഭൂമിയുള്ള ആളുകൾ അതിൽ കൃഷി ചെയ്യട്ടെ, അല്ലെങ്കിൽ അഥവാ ചെയ്യുന്നില്ല എങ്കിൽ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി അത് കൃഷി ചെയ്യാൻ അവർ നൽകട്ടെ. സ്വന്തം ചെയ്യുന്നുമില്ല, മറ്റുള്ളവർക്ക് ചെയ്യാൻ കൊടുക്കുന്നുമില്ല, ആ രീതി പാടില്ല. ഭൂമി കൃഷിയോഗ്യമാവണം. ഇവിടെ പ്രകൃതി ഏറ്റവും നല്ല സന്തോഷമുള്ള അവസ്ഥയിൽ നിലനിൽക്കണം. നല്ല കാലാവസ്ഥയും
നല്ല പരിതസ്ഥിതിയും ഒക്കെ നിലനിൽക്കണം. അതിന് മരങ്ങൾ നട്ടുപിടിപ്പിക്കണം. അതേപോലെ തന്നെ മനുഷ്യന് നല്ല വിഷമില്ലാത്ത ഭക്ഷണം ലഭിക്കാൻ ധാരാളമായി കൃഷികൾ നടത്തേണ്ടതുണ്ട്. അതിന് ആവശ്യമായ ഇഷ്ടം പോലെ സ്ഥലങ്ങളും സൗകര്യങ്ങളും ഒക്കെ അള്ളാഹു തന്നിട്ടുണ്ട്. പക്ഷേ മനുഷ്യൻ അതൊന്നും വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താതിരുന്നപ്പോൾ ഇന്ന് ഹൈടെക് കൃഷി രീതികൾ വന്നു. ചെറിയ സമയത്തിന്റെ ഉള്ളിൽ എന്തും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. ഇവിടെ നിന്നിപ്പോൾ ഞാൻ വലിയന്നൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഇവിടുന്ന് വലിയന്നൂരിലേക്ക് പോകുമ്പോൾ എത്രയോ പലചരക്ക് കടകളുണ്ട്. ആ കടകളിലെല്ലാം മിക്കവാറും 2-3 കുല നേന്ത്രപ്പഴം തൂങ്ങിക്കിടക്കും. ഇത് ഇന്നത്തെ മാത്രമല്ല, എല്ലാ ദിവസവും. ഈ കക്കാട് മഹലിൽ തന്നെ ഓരോ കടകളിലും കയറി നമ്മൾ അവിടെയുള്ള പഴത്തിന്റെ കണക്കെടുത്താൽ ആയിരക്കണക്കിന് കൊലകളുണ്ടാകും. അത് കക്കാട് എന്നതിൽ നിന്ന് മാറിയിട്ട് കണ്ണൂർ ജില്ല ഒന്നാകെയാകുമ്പോൾ എത്രമാത്രം പഴങ്ങളുണ്ടാകും? അത് കേരളം മുഴുവനാകുമ്പോൾ അതിന്റെ വ്യാപ്തി എത്രയായിരിക്കും? എല്ലാ ദിവസവും നമുക്ക് കഴിക്കാനുള്ള പഴം എവിടുന്നാണ് ഇതൊക്കെ വരുന്നത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ചെറിയ വിലക്ക് നമുക്ക് അത് ലഭിക്കുമ്പോൾ എവിടുന്നാണ് ഇങ്ങനെ ലഭിക്കുന്നത് എന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഇത് നേന്ത്രപ്പഴത്തിന്റെ കാര്യം മാത്രമല്ല, മറ്റേത് കാര്യങ്ങളായാലും, തക്കാളി ആയാലും പച്ചമുളകായാലും ഉള്ളിയായാലും മറ്റ് പച്ചക്കറികളായാലും ഫ്രൂട്ട്സുകളായാലും ഇതെല്ലാം നമ്മുടെ നാട്ടിലും മഹല്ലിലും ജില്ലയിലും നമ്മുടെ സംസ്ഥാനത്തുമൊക്കെ മൊത്തത്തിൽ വിതരണം ചെയ്യപ്പെടണമെങ്കിൽ, എല്ലായിടത്തും സുലഭമായി ലഭിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ ഉണ്ടാകണമെങ്കിൽ എത്രമാത്രം അത് ഉൽപ്പാദിപ്പിക്കപ്പെടണം? അതിനാണ് ഇന്ന് ഹൈടെക് കൃഷി രീതികൾ ആരംഭിച്ചുകൊണ്ട് ചെറിയ സമയത്തിന്റെ ഉള്ളിൽ, ഏത് മഴയായാലും വേണ്ടിയില്ല, ഏത് പ്രതികൂലമായ കാലാവസ്ഥയായാലും അതൊക്കെ ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങളിലൂടെ ചെറിയ ദിവസങ്ങളെ കൊണ്ട് ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നത് നാം മനസ്സിലാക്കണം. പക്ഷെ അവിടെയൊക്കെ വലിയ ചതിക്കുഴികളും അപകടങ്ങളും പതിയിരിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ചും നാം ആലോചിക്കണം. സാധാരണ നമ്മുടെ വീട്ടിൽ വളപ്പിൽ ഒരു വാഴ നട്ടാൽ ആ വാഴ കുലക്കാനുള്ള സമയം, അതിനുവേണ്ടി നാം എത്രമാത്രം ചിലപ്പോൾ അതിനെ പരിചരിക്കേണ്ടി വരുന്നു. ഇത് 1, 2, 5, 10 ഒന്നും അല്ലല്ലോ, 10,000-കണക്കിന് വാഴകൾ ദിവസവും കൃഷി ചെയ്യണം. എന്നാലേ എല്ലാ ദിവസവും നമുക്ക് മുടങ്ങാതെ പഴം ലഭിക്കുകയുള്ളൂ. 10,000-കണക്കിന് തക്കാളി ചെടികൾ ദിവസവും നട്ടുപിടിപ്പിക്കപ്പെടണം. എന്നാലേ മുടങ്ങാതെ നമുക്ക് തക്കാളി ലഭിക്കുകയുള്ളൂ. ഇങ്ങനെ ഓരോന്നും, ഫ്രൂട്ട്സുകളായാലും പച്ചക്കറികളായാലും പഴവർഗ്ഗങ്ങളായാലും അതേപോലെ തന്നെ കിളച്ചെടുക്കുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളായാലും ഇതെല്ലാം ഈ രൂപത്തിൽ സുലഭമായി ഒരു ദിവസം പോലും ഒഴിയാതെ നമുക്ക് കിട്ടുമ്പോൾ അതിന്റെ രീതികളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതിൽ നമ്മുടെ കൈകളിലേക്ക് എത്തുന്ന പഴങ്ങളിലുള്ള കെമിക്കലുകളും അതിൽ ആ രൂപത്തിൽ പെട്ടെന്ന് ഉണ്ടാകാൻ വേണ്ടിയും കേടുവരാതിരിക്കാൻ വേണ്ടിയും ഒക്കെ അതിൽ അടിക്കുകയും അതേപോലെ തന്നെ അതിനുവേണ്ടി കൈകാര്യം ചെയ്യുന്ന കെമിക്കലുകളെ സംബന്ധിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഭക്ഷണം കൊണ്ട് നമുക്ക് ലഭിക്കേണ്ടുന്ന ആരോഗ്യം എന്നതിന്റെ പകരം കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് ആളുകൾ രോഗിയായി പോകുന്നു എന്നതാണ് ഇന്ന് നാം കാണുന്നത്. ഒന്നും വിശ്വസിച്ച് കഴിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ. 5 രൂപക്ക് കിട്ടുന്ന മുട്ട പോലും അത്
ഫാക്ടറികളിൽ നിർമ്മിക്കുന്നതാണെന്ന് പറഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നുന്നില്ല. കോഴി ഇടുന്ന മുട്ട എന്നതിന്റെ അപ്പുറം അതുകൊണ്ടൊന്നും മനുഷ്യന് മതിയാകാത്ത സാഹചര്യങ്ങൾ വന്നപ്പോൾ ഇത് ഫാക്ടറികളിൽ അതിന് സമാനമായ രീതിയിൽ നിർമ്മിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ, കൃഷി ചെയ്യുന്ന അരി മനുഷ്യന് മതിയാകാതെ വരുമ്പോൾ ചെറിയ ആ സാധാരണ കിട്ടുന്ന കൃഷി ചെയ്തിട്ട് കിട്ടുന്ന അരിയേക്കാളും കുറഞ്ഞ വിലയിൽ അരികൾ ഫാക്ടറികളിൽ നിർമ്മിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വല്ലാതെ വിഷം കലർന്ന ഭക്ഷണങ്ങളാണ് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ നോക്ക്, തലശ്ശേരിയിൽ മലബാർ ക്യാൻസർ സെന്ററിൽ പോയാലും, കോഴിക്കോട് ക്യാൻസർ സെന്ററിൽ പോയാലും, തിരുവനന്തപുരം RCCയിൽ പോയാലും, കോഴിക്കോട് MVRൽ പോയാലും, അവിടെയൊക്കെ ക്യാൻസർ ബാധിച്ച് വന്ന ആളുകളുടെ കൂട്ടത്തിൽ വളരെയേറെ നമുക്ക് കാണാൻ കഴിയുന്നത് ചെറിയ കുട്ടികളടക്കമുള്ള ആളുകളാണ്. ചെറിയ കുട്ടികൾ, ചെറുപ്പക്കാരികൾ ഇന്ന് ക്യാൻസർ അടക്കമുള്ള മാരകമായ രോഗം ബാധിച്ചു കഴിയുന്നു. ഇതിന്റെയൊക്കെ പ്രധാന കാരണം നാം കഴിക്കുന്ന ഭക്ഷണങ്ങളും ഭക്ഷണ രീതികളുമാണ് എന്ന് പഠനങ്ങൾ 100 വട്ടം പറഞ്ഞിട്ട് പോലും നമ്മൾ അതൊന്നും ഉൾക്കൊള്ളുന്നില്ല. ഏതുപോലെ പുകവലിക്കുന്ന ഭർത്താവിനോട് പലപ്പോഴും ഭാര്യ ഉപദേശിക്കുന്നുണ്ടാകും, നിങ്ങൾ ഇതൊന്ന് നിർത്തണം, നിങ്ങൾ വാങ്ങുന്ന ആ സിഗരറ്റിന്റെ കവറിന്റെ മുകളിൽ തന്നെ നിരന്തരമായി ഇത് ഉപയോഗിച്ചാൽ ഈ രൂപത്തിൽ നിങ്ങളുടെ ആന്തരിക അവയവങ്ങൾ ആയിത്തീരുമെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഇത്ര കൃത്യമായി അതിന്റെ മുകളിൽ ഫോട്ടോ കൊടുത്തിട്ടുള്ളത്. എന്നിട്ടും നിങ്ങൾ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഉപദേശിക്കുന്ന ഈ പെണ്ണുപോലും അതിനേക്കാളും ഗൗരവമുള്ള, അതിനേക്കാളും വലിയ മാരകമായ രോഗത്തിലേക്ക് മനുഷ്യനെ തള്ളിവിടുന്ന രൂപത്തിലുള്ള പാക്കറ്റ് ഫുഡുകളും ഫാസ്റ്റ് ഫുഡുകളുമാണ് ഇന്ന് സ്വന്തവും അതേപോലെ തന്നെ മക്കൾക്ക് വേണ്ടിയും ഒക്കെ വാങ്ങിക്കൊടുക്കുന്നത്. ഞാൻ ഒരു കടയിൽ ചെന്നു, യാദൃശികമായി വണ്ടിയിൽ വരുമ്പോൾ ഒരു സാധനം വാങ്ങാൻ വേണ്ടി ഒരു കട കണ്ടപ്പോ അവിടെ നിർത്തിയതാണ്. അവിടെ കയറിയപ്പോ ഇങ്ങനെ എന്തോ ഒരു സാധനം ഇങ്ങനെ വാങ്ങുമ്പം തൊട്ടടുത്ത വീട്ടിലുള്ള, ആ കടയുടെ തൊട്ടടുത്ത വീട്ടിലുള്ള രണ്ട് ചെറിയ കുട്ടികൾ വന്നു. അവിടെ ആ കുട്ടികളുടെ ഉപ്പാപ്പ അവിടെ ഇരിക്കുന്നുണ്ട്, ആ കടയുടെ ഒരു ഭാഗത്ത്. ഉപ്പാപ്പാനെ വിളിച്ചുകൊണ്ടാ വന്നത്. ഉപ്പാപ്പാനെ വിളിച്ചിട്ട് വന്നിട്ട് ഉപ്പാപ്പാനോട് പറയുന്നത് ബിസ്ക്കറ്റ് വാങ്ങിത്തരാൻ പറഞ്ഞു എന്നാ പറയുന്നത്. ഞാൻ അവിടെ നിന്ന് കാണുകയാണിത്. അപ്പൊ ഞാൻ കരുതി ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ആയിരിക്കുന്നു. വന്നത് 2 കുട്ടികളാണ്, വാങ്ങിയിട്ട് പോയത് 4 പാക്കറ്റ് ബിസ്ക്കറ്റ്. അപ്പം ഓരോ കുട്ടികൾക്കും ഓരോ പാക്കറ്റ് ബിസ്ക്കറ്റ്. സാറേ ആകെ ഇന്നൊക്കെ സാധാരണ നിങ്ങളിപ്പോ ആദ്യമായിട്ട് കാണുകയാണെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും. ഈ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഒരു കുട്ടി ഒരു ദിവസം കഴിച്ചാൽ ഈ കുട്ടിയുടെ ആന്തരിക അവയവങ്ങൾക്ക് അതുകൊണ്ടുണ്ടായിത്തീരുന്ന തകരാറ്, ഒരു ഗുണവും അതുകൊണ്ട് കുട്ടിക്ക് ലഭിക്കുന്നില്ല. എന്തെങ്കിലും ഒരു ആരോഗ്യത്തിന് ഉതകുന്ന ഒരു പ്രോട്ടീനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഈ സാധനത്തിൽ വേണ്ടേ, എന്നാലല്ലേ അത് കിട്ടേണ്ടത്. അങ്ങനെ ഒന്നും കിട്ടൂല. അതിനു പകരം ഈ കുട്ടിയിൽ മാരകമായ ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾ, ഒരു ബിസ്ക്കറ്റിന്റെ മാത്രമല്ല, ലെയ്സ് പോലെയുള്ള പാക്കറ്റ് ഫുഡുകൾ, ബേക്കറി സാധനങ്ങൾ, ഫാസ്റ്റ് ഫുഡ് ഭക്ഷണങ്ങൾ, ഇതൊക്കെ നിത്യമായിട്ട് കഴിക്കുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ആ കുട്ടി 2 കുട്ടികളൊന്ന് 4 പാക്കറ്റ് വാങ്ങിയിട്ട് പോകുമ്പം ഇത് മാസത്തിലോ അല്ലെങ്കിൽ കൊല്ലത്തിലോ ഒരു പ്രാവശ്യം നടക്കുന്ന സംഗതിയല്ല. ദിവസവും ഇതുപോലെ തന്നെ. കാരണം ഉമ്മമാർക്ക് ഇന്ന് വൈകുന്നേരമാകുമ്പോ സാധാരണ പഴയ കാലത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് കടിയുണ്ടാക്കി കൊടുക്കും, അതിനൊന്നും മെനക്കെടാൻ കഴിയൂല. അപ്പൊ ഒരു 2-3 പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിയാൽ കാര്യങ്ങളൊക്കെ റാഹത്തായി. 10-20 റുപ്യോ അല്ലെങ്കിൽ 20-30 റുപ്യോ ചെലവാക്കിയാൽ
ഒന്നും ചുടേണ്ട ആവശ്യമില്ല, ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല, മെനക്കേടുമില്ല, ഒന്നുമില്ല. നല്ല സുഖമായി എളുപ്പമായി. വൈകുന്നേരമാകുമ്പം രാത്രിയുള്ള ഭക്ഷണത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ തൽക്കാലം ഇന്ന് ഹോട്ടലിൽ നിന്ന് വാങ്ങാം. എന്നും അങ്ങനെ തന്നെയാണ് ചർച്ച ചെയ്യല്. എന്നും അങ്ങനെ തന്നെയാണ്, ഹോട്ടലിൽ നിന്ന് വാങ്ങിയിട്ട് കഴിക്കുകയാണ്. ഈ ഹോട്ടൽ ഭക്ഷണം എന്ന് പറയുന്നത് അത് പാകം ചെയ്യുന്ന എണ്ണയായാലും പാകം ചെയ്യുന്ന പാത്രങ്ങളായാലും അതൊക്കെ കാലങ്ങളോളമായിട്ട് ചിലപ്പം ആ എണ്ണ അതിൽ തന്നെ ഒരു നിലക്കും അത് മാറ്റാതെ അതിൽ ഒഴിച്ചൊഴിച്ച് ഒന്നോ രണ്ടോ തവണ ഉപയോഗിച്ചാൽ മാറ്റിക്കളയേണ്ടുന്ന സാധനം 20, 30, 40 തവണ അതിൽ ചൂടാക്കിയിട്ട് അതിൽ ഈ കടികളും മറ്റുമൊക്കെ പൊരിച്ച എണ്ണയിലാണ് വീണ്ടും ഈ ഭക്ഷണ സാധനങ്ങൾ, നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ കൊണ്ടുപോയിട്ടിട്ട് പൊരിച്ചിട്ട് നമുക്ക് തരുന്നത്. എത്രമാത്രം അപകടകരമാണ് എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഭക്ഷണ രീതികളെ കുറിച്ച് നന്നായി ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഭക്ഷണം ഒരുക്കിയിട്ടുള്ളത്, റിസ്ക് ഒരുക്കിയിട്ടുള്ളത്. ഭക്ഷണം കഴിച്ചിട്ട് മനുഷ്യൻ കേടുവരിക എന്ന് പറഞ്ഞാൽ എത്രമാത്രം അപകടകരമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, കൃഷിയെക്കുറിച്ച് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു തക്കാളിയെങ്കിലും, അല്ലെങ്കിൽ ഒരു ഉസ്താദെ നമ്മളൊന്നും നട്ടു കഴിഞ്ഞാൽ ആവൂല, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടിയിട്ട് എന്താകാനാണ്, കിട്ടുന്നത് മതി. ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു കറിവേപ്പില നടാൻ നമ്മളെ കൊണ്ട് കഴിയൂല. ഇന്നിപ്പം കടകളിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറികളുടെ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ വിഷം അടിച്ചിട്ട് വരുന്ന സാധനങ്ങളിൽ പെട്ട ഒന്നാണ് കറിവേപ്പിലയും അതേപോലെ തന്നെ ഈ മല്ലിയൊക്കെ. മുന്തിരി ഏറ്റവും കൂടുതൽ, ഫ്രൂട്ട്സിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിഷം അടിച്ചിട്ട് വരുന്ന സാധനമാണ് മുന്തിരി. ഇതൊക്കെ വാങ്ങിയാൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് എത്രയോ തവണ കഴുകിയതിന്റെ ശേഷം ഉപയോഗിക്കാൻ മാത്രം പറ്റുന്ന സാധനങ്ങളാണ്. അങ്ങനെ ഒന്നും നമ്മൾ കഴുകുന്നില്ല. അപ്പൊ അതൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്ത് നമുക്ക് നട്ടു വളർത്താൻ പറ്റുന്ന സാധനങ്ങളാണ്. അതൊക്കെ നടാനുള്ള ഒരു ഏരിയെങ്കിലും ഉണ്ടാവൂല. ഇല്ലെങ്കിൽ അത് നമ്മൾ കണ്ടെത്തണം. ഒരു ചട്ടിയിലെങ്കിലും അത് വാങ്ങിയിട്ട് നടാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ഇലയെങ്കിലും നമുക്ക് അത്തരം കേടില്ലാത്തത് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ, ഒരു വട്ടമെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു കേടില്ലാത്തത് നമ്മുടെ ആവശ്യത്തിന് എടുക്കാൻ കിട്ടുകയാണെങ്കിൽ അതിൽ നമ്മൾ ഗുണം കാണണം, അതിൽ നമ്മൾ ഖൈറ് കാണണം. കാരണം നമ്മളും നമ്മുടെ മക്കളും ഒന്നും മാരകമായ രോഗം ബാധിച്ച് കിടക്കുന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. മറ്റു പലരെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. എന്നാൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നമുക്കും നമ്മുടെ മക്കൾക്കും ഇതുപോലെയുള്ള മാരകമായ രോഗങ്ങൾ വന്നു ചേരാൻ കാരണമാകുന്ന ഭക്ഷണ രീതികളാണ് ഇന്നുള്ളത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ് ശ്രദ്ധേയമാകുന്നത്. നിനക്ക് കൃഷി ചെയ്യാനുള്ള ഒരു മണ്ണുണ്ടെങ്കിൽ നീ അവിടെ കൃഷി ചെയ്യണം. നീ മറ്റുള്ളവരുടേത് കാത്തു നിൽക്കേണ്ടതില്ല. നിനക്ക് കൃഷി ചെയ്തിട്ട് അതിൽ നിന്ന് നിനക്ക് ആവശ്യമുള്ളതെങ്കിലും എടുക്കാമല്ലോ, ഉപയോഗിക്കാമല്ലോ. വിഷമില്ലാത്ത നല്ല ഭക്ഷണങ്ങൾ നിനക്ക് കഴിക്കാമല്ലോ. ഇനി അതിന് നിനക്ക് കഴിയുന്നില്ല, ശാരീരികമായോ മറ്റു തിരക്കുകളെ കൊണ്ടോ എന്തെങ്കിലും തടസ്സങ്ങളുള്ളത് കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ ചെയ്യുന്ന ആളുകൾക്ക് നീ അത് നൽകണം. കഴിഞ്ഞ ഒരു മാസം മുമ്പ് മാട്ടൂലിൽ നിന്ന് ഒരു റേഞ്ച് മീറ്റിംഗ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പം ഇരിണാവ് ആ ഭാഗത്തുകൂടെ ഇങ്ങനെ ബൈക്കിൽ വരുമ്പം റോഡ് സൈഡിൽ ഒരു വയൽക്കരയിൽ കുറെ ബത്തക്ക കൂട്ടിയിട്ട് ഇങ്ങനെ കച്ചവടം നടക്കുന്നു. ഞാൻ അവിടെ സൈഡാക്കി. അപ്പൊ ബത്തക്ക മാത്രല്ല, ബത്തക്കയുണ്ട്, ശമാമുണ്ട്, അങ്ങനെ പലതും ഉണ്ട്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചിരുന്നേ, അപ്പോ ഇതിവിടെ ഈ വയലിൽ കൃഷി ചെയ്ത സാധനങ്ങളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് 100 കണക്കിന് നല്ല വിഷമില്ലാത്ത ഫ്രൂട്ട്സുകൾ അവിടെ ഉണ്ട്. കടകളിൽ കിട്ടുന്നത് പോലെ അത്ര വലിപ്പം ചിലപ്പോൾ ഉണ്ടാവൂല, ചിലപ്പോ അത്ര ചുവപ്പുണ്ടായിക്കൊള്ളണമെന്നില്ല, എന്നാലും വിഷമില്ലാത്ത സാധനമാണ്. ഞാൻ അയാളെ പരിചയപ്പെട്ടു, അയാളോട് സംസാരിച്ചു. അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ ഈ നാട്ടുകാരനല്ല ഉസ്താദ്, ഒരു മുസ്ലിം സഹോദരനാണ്.
കാരണം അങ്ങനെയുള്ള ആളുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണമല്ലോ, അവരോടൊരു വിശേഷമെങ്കിലും ചോദിക്കണ്ടേ. അപ്പോൾ ആ നിലയ്ക്ക് ഞാൻ പരിചയപ്പെട്ടു. അപ്പം വേറൊരു നാട്ടിലുള്ള ആളാണ്. ഇവിടെ പിന്നെ ഇങ്ങനെ ഒരു സൗകര്യം കണ്ടപ്പം ഇവരോട് നമ്മൾ ചോദിച്ചു ഇവിടെ ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവര് ചെയ്യാൻ അനുവാദം തന്നു. അങ്ങനെയാണ് ഇവിടെ നമ്മൾ കൃഷി ചെയ്തത്. നല്ല വിജയമാണ്. ഇഷ്ടംപോലെ നല്ല വിളവെടുപ്പുണ്ട്, നല്ല സാധനങ്ങൾ കിട്ടുന്നുണ്ട്, ഇഷ്ടംപോലെ ആളുകൾ വന്ന് വാങ്ങുന്നുണ്ട് എന്നൊക്കെയാണ് മൂപ്പര് പറയുന്നത്. അപ്പോ കണ്ടോ, സ്വന്തമായി ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യുന്നവർക്ക് വേണ്ടി അത് നൽകാനുള്ള മനസ്സ് കാണിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസൻ ഔ യസ്റഉ സർഅൻ ഫയഅകുലു മിൻഹു തയ്റുൻ ഔ ഇൻസാനുൻ ഔ ബഹീമ ഇല്ലാ കാന ലഹു ബിഹി സദഖ. സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ്. ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു തൈ നടുകയോ ഒരു കൃഷി നടത്തുകയോ ചെയ്തു. ഒരു തൈ നട്ടു, ഒരു മാവ് നട്ടു, ഒരു പ്ലാവ് നട്ടു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മരം നട്ടു, അല്ലെങ്കിൽ കൃഷി ചെയ്തു. നെല്ലോ ഗോതമ്പോ ബാർലിയോ അതുപോലെയുള്ള എന്തോന്ന് ഒരാൾ കൃഷി ചെയ്തു. അതിൽ നിന്ന് ഒരു പക്ഷിയോ മനുഷ്യനോ അല്ലെങ്കിൽ ഒരു മൃഗമോ ഭക്ഷിച്ചാൽ ആ മാവ് വളർന്നു വലുതായി ഇഷ്ടം പോലെ മാമ്പഴം ഉണ്ട്. ഒരു പേരക്കത്തൈ നട്ടതാണ്, അത് 3 കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ 2 കൊല്ലം കൊണ്ട് വളർന്നു വലുതായി ഇഷ്ടം പോലെ പേരക്ക കഴിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കായ്ച്ച പേരക്കയിൽ അല്ലെങ്കിൽ മാമ്പഴത്തിൽ അല്ലെങ്കിൽ ചക്കയിൽ നിന്ന് പൂർണ്ണമായും ഒന്നും നമുക്ക് കിട്ടാറില്ല. അത് പഴുത്ത് പാകമാകുമ്പോൾ നമ്മൾ പഴുത്തിട്ടുണ്ടോ ഇല്ലയോ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ചില സാധനങ്ങൾ അതിന്റെ കൃത്യമായ പാകമൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് രാത്രി അത് വന്നിട്ട് തിന്നിട്ടുണ്ടാവും. രാവിലെ ആകുമ്പോൾ നമുക്ക് അതിന്റെ നിലത്ത് വീണ് കിടക്കുന്ന കൊരട്ടയും മറ്റുമൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇത് പലപ്പോഴും ആവർത്തിക്കുമ്പം ചിലപ്പോൾ നമുക്കൊരു മടുപ്പ് വരുത്തും. ഇത് ഞമ്മക്കൊന്നും തിന്നാൻ കിട്ടുന്നൊന്നുമില്ല, എന്തിനാ ഈ സാധനം വെച്ചിട്ട് കാര്യം, അത് പക്ഷികളും മറ്റൊക്കെ ഇങ്ങനെ തിന്നു തീർക്കുകയാണ്, നമ്മക്കൊന്നും കിട്ടി, നമ്മള് വെറും ഈ കൊരട്ട അടിച്ചു വാരിയിട്ട് കളയാൻ വേണ്ടി മാത്രം എന്ന നിലക്കൊക്കെ സംസാരിച്ചു പോകലുണ്ട്. നെൽകൃഷി നടത്തി, അതുപോലെയുള്ള കൃഷി ചെയ്തു. നെല്ലൊക്കെ ഇങ്ങനെ നല്ല വിളഞ്ഞു നിൽക്കുന്ന സമയത്ത് ചില പക്ഷികൾ വന്ന് അതിങ്ങനെ കൊത്തിക്കൊണ്ടുപോവാണ്. മറ്റേതോ കൃഷി അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അതിങ്ങനെ ചില ജീവികൾ വന്നിങ്ങനെ നശിപ്പിക്കുന്നു, അവര് തിന്നു തീർക്കുന്നു. എന്നാൽ ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്, ആ ഒരു ഈമാൻ നമുക്ക് വരണം. എല്ലാവർക്കും അത് ഉണ്ടായിക്കൊള്ളുന്നില്ല. നിങ്ങള് പണിയെടുത്ത് അധ്വാനിച്ച് ഉണ്ടാക്കി അവസാനം അത് മറ്റേതെങ്കിലും ജീവി തിന്നു നോക്കണം, അന്നേരം നിങ്ങൾക്ക് തിരിയും ആ സങ്കടം എന്ന് ചിലപ്പോൾ ആളുകൾ പറയാനുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഒരു മുസ്ലിമായ മനുഷ്യന് ഒരു ചെടി നടുമ്പോ ഒരു കൃഷി ചെയ്യുമ്പോ ആദ്യം തന്നെ അവന്റെ മനസ്സിലൊരു നിയ്യത്ത് വെക്കണം. ഇതിലിപ്പം ഫലം ഉണ്ടാകുമ്പോൾ ഇതിന്റെ അവകാശികളായിട്ട് ഞാൻ മാത്രമല്ല, ഈ പ്രകൃതിയിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ട്, പക്ഷി മൃഗാദികളുണ്ട്. ഒരു പക്ഷെ അവരൊക്കെ വന്ന് തിന്നേക്കാം. ആയിക്കോട്ടെ, എന്നെ കൊണ്ട് ഒരു ജീവിക്ക് ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയല്ലോ എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. അതൊരു നഷ്ടമായിട്ടല്ല നമ്മൾ കാണേണ്ടത്, അതൊരു ലാഭമായിട്ട് കാണണം. അങ്ങനെ ലാഭമായിട്ട് നമുക്ക് കാണാൻ കഴിയുമ്പോ ഇനി നമുക്ക് കിട്ടേണ്ടത് നമുക്ക് കിട്ടേണ്ട മതി, അത് മുഴുവനും പക്ഷികൾ തിന്നോട്ടെ, എന്നാൽ അതാണ് ഏറ്റവും നല്ലത് എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയും. മനുഷ്യന്മാര് തിന്നാൽ ചിലപ്പോൾ തിന്നിട്ട് ചിലപ്പോൾ പച്ച ഹറാമായിരിക്കും ചെയ്യാം. ഈ ജീവികൾ തിന്നില്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ലല്ലോ. അള്ളാഹുവിനെ വഴിപ്പെടുന്ന ആ ജീവികൾ എന്ന നിലക്ക് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ മനുഷ്യന്മാരെക്കാളും ജീവികൾ തിന്നോട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവും. അപ്പൊ ആ ഒരു തലത്തിലേക്ക് നമ്മൾ വരണമെന്ന് പറഞ്ഞത്, അത് വരാൻ കുറച്ച് പണിയുണ്ട്. എല്ലാരും അങ്ങനെ ചിന്തിച്ചോളണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരു മുസ്ലിമായ മനുഷ്യന് ഒരു തൈ നട്ടു അല്ലെങ്കിൽ ഒരു കൃഷി ചെയ്തു, അതിൽ നിന്ന് ഒരു പക്ഷിയോ മനുഷ്യനോ അതിൽ ഫലം ഉണ്ടായപ്പോ അത് ഭക്ഷിച്ചു, അല്ലെങ്കിൽ ഒരു മൃഗം ഭക്ഷിച്ചു. കിഴങ്ങ് നട്ടു, അതിങ്ങനെ
ഒരിക്കേണ്ട സമയം ഏകദേശം ആയി നോക്കുമ്പോൾ നമ്മളെക്കാളി മുമ്പ് അതിന്റെ സമയം മനസ്സിലാക്കിന് വേറൊരു സാധനം പെരിച്ചായി അല്ലെങ്കിൽ മുള്ളം പന്നി. നമ്മൾ പറിക്കാൻ വേണ്ടിട്ട് നാളെ പൊരിക്കാന്ന് വിചാരിച്ച് നാളത്തെ അസറിന് ഏതായാലും കിഴങ്ങ് ആക്കാന്നൊക്കെ കരുതിയിട്ട് ഇങ്ങനെ നിന്നതാണ്. ആ സമയത്താണ് അങ്ങനെ രാവിലെ ഒരു കൈക്കോട്ടെല്ലെടുത്ത് വായിക്കോട്ടെല്ലെടുത്തിട്ട് കിഴങ്ങ് പറിക്കാൻ വേണ്ടിട്ട് പോകുമ്പോഴത്തേക്ക് സംഭവം ഇന്നലെ രാത്രി ആള് കൊണ്ടുപോയി. എന്തൊരു വലിയ നിരാശയായിരിക്കും അല്ലെ. പക്ഷെ ആ സ്ഥലത്ത് നിന്ന് നമ്മൾ ചിന്തിക്കണം, അൽഹംദുലില്ലാഹ് ആർക്കെങ്കിലും അത് ഉപകരിച്ചല്ലോ എന്ന് നമുക്ക് ചിന്തിക്കണം. നമുക്കല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവിക്കതിനെ കൊണ്ട് തിന്നാൻ കഴിഞ്ഞല്ലോ എന്ന നിലക്ക് ചിന്തിക്കാൻ കഴിയണം. അള്ളാഹു ആ ഒരു ഈമാൻ നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കള്ളം കട്ടുകൊണ്ടുപോയാലും കർഷകന് ഗുണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. നമ്മൾ പറിക്കാൻ പുതിയ മാവ് നട്ട് നല്ല മാമ്പഴം ഉണ്ടായി, ഫസ്റ്റാണ്, ആദ്യത്തെ പഴാണ്. അത് പറിക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മളതിങ്ങനെ വളരെ കൃത്യമായിട്ട് അതിനെ സംരക്ഷിച്ചു, കേടുവരാതെ സൂക്ഷിച്ചു. കളറ് മാറുന്നുണ്ടോ ഇടക്കിടക്ക് ഇങ്ങനെ കടലാസ് നീക്കിയിട്ട് നോക്കി. അങ്ങനെ പറിക്കാൻ വേണ്ടി ഏകദേശം പാകമായി നിൽക്കുന്ന ഒരു സമയമാകുമ്പോഴത്തേക്ക് അതിലൂടെ പോകുന്ന ഏതോ കുട്ടികൾ അത് കുറച്ചിട്ട് പോയി. കുട്ടികൾ കുറച്ചുകൊണ്ട് അപ്പൊ പിന്നെ നമ്മൾ പറയുന്ന വാക്കുകൾ എന്തെല്ലാം ആയിരിക്കും എന്നുള്ളത് അത് അനുഭവിച്ച ആളുകൾക്കേ അറിയുള്ളൂ. ചിലപ്പോ ഇനി വേണ്ടാന്ന് തന്നെ തീരുമാനിച്ചു, ആ സാധനം തന്നെ വേണ്ടത്. അങ്ങനെയാണ് മുമ്പ് ഒരാൾ ഒരു പേരക്ക മരം കൊത്തിച്ചാടിയത്. പറമ്പിൽ കൊത്താൻ വേണ്ടി വന്ന ഒരാള് കുഞ്ഞിപ്പള്ളിയിൽ നടന്ന സംഗതിയാണ്. അയാൾ തന്നെ പറഞ്ഞാൽ നേരിട്ട് കൊത്തിയാള് മരിച്ചു. അള്ളാഹുവിനൊക്കെ പുറത്തു കൊടുക്കട്ടെ. പറമ്പില് കൊത്താൻ വേണ്ടിട്ട് ഒരാളെ പണിക്ക് വിളിച്ചാണ്, ഒരു മുസ്ലിം സഹോദരനെ. അയാള് പറമ്പിങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുമ്പം ആ പറമ്പിലുള്ള ഒരു പേരക്ക തൈമേൽ നല്ലൊരു പഴുത്ത പേരക്ക കണ്ടപ്പോ അയാള് പറിച്ചു തിന്നോണ്ടിരിക്കുന്നത് കണ്ടപ്പം ഈ വീട്ടുകാരന് അയാളെ ചിലപ്പോ പറിക്കാൻ വിചാരിച്ചായിരിക്കും. അയാൾ വിചാരിച്ചതിനെ പോലെ എഴുതിയിട്ടൊന്നുമില്ലല്ലോ. ഇയാള് വേറെന്തോ വിചാരിച്ചിട്ടുണ്ടാവും, ഇതേതായാലും നശിച്ചു പോണ്ട എന്ന നിലക്ക് അയാള് പുരക്കാർക്ക് തൃപ്തി ഉണ്ടാവും എന്നുള്ള നിലക്ക് അത് പറിച്ചു തിന്നതാണ്. ഇത് തിന്നുന്ന കണ്ടപ്പം പുരക്കാരന്റെ ദേഷ്യം വന്നിട്ട് അയാൾ എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ കത്തിയാളെടുത്തോണ്ട് വന്നിട്ട് ആ പേരക്ക മരം തന്നെ കൊത്തിക്കളഞ്ഞു. ഈ മനുഷ്യനെ കൊത്തുന്നതിന് തുല്യമല്ലേ യഥാർത്ഥത്തിൽ അത്? അയാളെ കൊത്തുന്നതിന് തുല്യമല്ലേ അത്? അങ്ങനെയാണോ ചെയ്യേണ്ടത്? മനുഷ്യന് ദേഷ്യം വന്ന് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നല്ലോ. അല്ലാഹ്. സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരു മുസ്ലിം ഒരു തൈ നടുകയോ ഒരു കൃഷി നടത്തുകയോ ചെയ്യും, അതിൽ നിന്ന് ഒരു പക്ഷിയോ മനുഷ്യനോ മൃഗമോ ഭക്ഷിച്ചു, എന്നാൽ അത് അവന് ഇല്ലാ കാന ലഹു ബിഹി സ്വദഖ, അത് അവന് സ്വതക്കയായി രേഖപ്പെടുത്തുന്നതാണ്. പക്ഷെ എന്ത് വേണമെന്നല്ല, നിയ്യത്ത് നന്നാണ്, എന്നാലേ സ്വതക്കന്റെ കൂലി കിട്ടുള്ളൂ. നമ്മളെ ചെരുപ്പ് നഷ്ടപ്പെട്ടു, പള്ളിയിൽ നിന്ന് ചെരുപ്പ് നഷ്ടപ്പെട്ടു. അങ്ങനെ അതിന്റെ ബാക്കിൽ അതിങ്ങനെ നമ്മൾ ഇറങ്ങി നോക്കുമ്പോ ചെരുപ്പ് കാണുന്നില്ല. ചെരുപ്പ് കാണാതെ ആയാൽ പിന്നെ നമ്മള് എന്തൊക്കെയോ പറയാൻ ഏടെ നോക്കിയിട്ടാണ് ഒരാൾ എടുത്തിട്ട് പോകുന്നത്. അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് കക്കാൻ വേണ്ടിട്ട് പള്ളിയിൽ വരുന്നത്. ചിലപ്പം എന്തോ ബേജാറിലും മനുഷ്യന്മാര് പല കോലത്തിലുണ്ടാവൂലേ, എന്തെല്ലാം കോലത്തിലുണ്ടാവും മനുഷ്യന്മാര്. അല്ലാഹ്. ഓരോരുത്തരുടെ മാനസികാവസ്ഥ നമുക്കറിയില്ലല്ലോ. നമ്മളാ ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് പരിസരബോധം പോലും ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ എന്താ ചവിട്ടിയെന്നൊന്നും ചിലപ്പോൾ തിരിഞ്ഞോളുന്നില്ല. ഒരാഴ്ച മുമ്പ് എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാനൊരു മരിച്ച വീട്ടിൽ പോയി. ആ മരിച്ച വീട്ടില് ഫുള്ള് ആളുകളുണ്ട്. ഉള്ളിലും പെണ്ണുങ്ങളും ആളുകളൊക്കെ ഉണ്ട്, പുറത്തും ആണുങ്ങളൊക്കെ നിറഞ്ഞു. കാരണം മയ്യത്ത് എടുക്കാനായിട്ടുണ്ട്. അപ്പൊ പുറത്ത് ആ ചേദിക്കുന്ന ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് ഒരു യാസീൻ ഓതാന്നുള്ള എനിക്ക് എടുക്കാനായിന് ഫാത്തിഹ വിളിച്ച് യാസീൻ. അപ്പൊ ഞാൻ അവിടത്തേക്ക് ഇരിക്കാൻ വേണ്ടിട്ട് കയറുമ്പം ഫുള്ളും മുറ്റത്തൊക്കെ ചെരുപ്പാണ്. ആ സ്റ്റെപ്പും വലിയ ചെരുപ്പൊന്നുമില്ല. അപ്പൊ ഞാൻ എന്റെ ചെരുപ്പ് സ്റ്റെപ്പും വെച്ചു അവിടെ. നേർക്ക് നല്ല ബോധത്തോടുകൂടി തന്നെ വെച്ചത്. ആ സ്റ്റെപ്പിന്റെ തൊട്ടടുത്തുള്ള കസേരയിൽ ഞാൻ ഇരിക്കുകയും ചെയ്തു. അങ്ങനെ യാസീൻ തുടങ്ങി. യാസീൻ പകുതിയാകുമ്പോൾ ഒരാള് ഉള്ളിന്ന് ഇറങ്ങി വന്നിട്ട് നേരെ സ്റ്റെപ്പും വന്ന്
എന്റെ ചെരുപ്പ് അങ്ങനെ തന്നെ എന്റെ കണ്ണുകൊണ്ട് കാണുന്നതാണ്. ഞാൻ ഊരി വെച്ച ആ ചെരുപ്പ് അങ്ങനെ തന്നെ ഇട്ടിട്ട് അയാൾ താഴേക്ക് ഇറങ്ങി. എനിക്ക് അറിയുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് യാസീൻ ഓതുന്നതിന്റെ ഇടയ്ക്ക് ഇപ്പൊ അയാളോട് പറയാൻ കഴിയില്ലല്ലോ എന്ന് എഴുതിയിട്ട്, കാരണം ഒന്നനങ്ങില്ല. അതിന് എന്റെ യാസീൻ വെച്ചു, കാരണം ഇത് ഇയാളെ ചെരുപ്പിട്ടിട്ട് ഇയാൾ പോയി കളയുന്നുള്ള ലക്ഷണം. എവിടെയെങ്കിലും പോയാൽ പിന്നെ ചിലപ്പോൾ ബേക്കിന്ന് പോകാൻ കഴിയില്ലല്ലോ എന്ന് എഴുതിയിട്ട് ഞാനിതിങ്ങനെ നോക്കുന്നുണ്ട്. ഇയാൾ ഓതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് അയാളെന്തോ ഹാലിലുള്ളത് സംഗതി. സംഭവം അയാളെ ചെരുപ്പ് എന്റെ ചെരുപ്പായിട്ട് യാതൊരു സാമ്യമില്ലാന്ന് പിന്നെ എനിക്ക് മനസ്സിലായത്. പക്ഷെ എനിക്ക് പറയേണ്ടി വന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോ ഇയാളെന്നുണ്ട് ആ ചെരുപ്പാട് ഊരി വെച്ചിട്ട് അപ്പുറത്തും അയാളെ ചെരുപ്പ് പോയിട്ട് ഇട്ടിട്ട് അയാളെ നോക്കി. അപ്പൊ അയാളെന്തോ കഥയില്ലാണ്ട് വന്നിട്ട് ഇട്ടതാണ്, എനിക്ക് മനസ്സിലായി. അപ്പൊ ഇങ്ങനെ പല അവസ്ഥയിലും ഉണ്ടാവും. അങ്ങനെ ചെരുപ്പ് പോയാല് നമ്മൾ വേഗം, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുമ്പം ചിലപ്പോ എന്തെങ്കിലും അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നതായിരിക്കും. അവിടെ നമുക്കിനി നഷ്ടപ്പെട്ടു എന്നാൽ തന്നെ നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടാത്ത സംഗതിയൊക്കെ ആകുമ്പോൾ ഹറമെന്നൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ നഷ്ടപ്പെടും. അല്ലെങ്കിൽ അങ്ങനെ വലിയ പള്ളികളിലും മറ്റുമൊക്കെ പോയാൽ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. എന്നാല് അവിടെ നമ്മള് മനസ്സുകൊണ്ട് അതങ്ങ് വിട്ടുകൊടുത്തേക്കണം. അത് സ്വതക്കയായിട്ട് അങ്ങ് വിടണം. അവിടെ മനസ്സിൽ വെറുപ്പ് വിചാരിച്ചു കഴിഞ്ഞാല് ആ വിചാരിച്ച വെറുപ്പാട് അങ്ങനെ നിൽക്കുകയും ചെയ്യും. ഈ പോയത് പോവുകയും ചെയ്യും. പോയത് കിട്ടുമോ? വെറുപ്പ് വിചാരിച്ചുകൊണ്ട് കിട്ടിക്കൊള്ളൊന്നുമില്ല. ഇമാമുന നവവി റളിയല്ലാഹു അൻഹു, നവവി ഇമാമിന്റെ തലപ്പാവ് ഒരാള് മോഷ്ടിച്ചിട്ട് ഓടിക്കളഞ്ഞു. തലയിക്കെട്ട് എടുത്തിട്ട് ഓടിക്കളഞ്ഞു. നവവി ഇമാമ് ബേക്കിൽ തന്നെ ഓടി, പിന്നാലെ ഓടി നവവി ഇമാം. ഇയാള് നവവി ഇമാമ് ബേക്കിൽ നിന്ന് ഓടുന്നിട്ട് ഇത് കണ്ടപ്പോ ഇയാൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഓട്ടം ഒന്നും കൂടെ സ്പീഡ് കൂട്ടി, പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. എന്നെ പിടിക്കാൻ വേണ്ടി ഓടുന്നല്ലേ മൂപ്പര് വിചാരിക്കുള്ളൂ. അയാൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഓട്ടം ഒന്നും കൂടെ സ്പീഡ് കൂട്ടി. നവവി ഇമാം അയാളോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ അത്ര സ്പീഡ് കൂട്ടി ഓടല്ല. റളീതു ബിഹാലക്, റളീതു ബിഹാലക്, റളീതു ബിഹാലക്. മനുഷ്യാ, തലക്കെട്ടുകൾ എടുത്തോ, കുഴപ്പമൊന്നുമില്ല, ഞാനത് നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളടുത്തേക്ക് വരുന്നത്, അല്ലാണ്ട് തലക്കെട്ടിന് വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് ഞാനത് സ്വീകരിച്ചു എന്നെങ്കിലും പറയാനുള്ള ഒരു മനസ്സ് കാണിക്കണം, എന്നാ നിങ്ങൾക്ക് നരകത്തുനിന്ന് രക്ഷപ്പെടാലോ എന്ന് നബവി ഇമാം പറയുന്നുണ്ട്. കണ്ടോ, കട്ടുകൊണ്ടുപോയ സാധനം ഞാൻ പൊരുത്തപ്പെട്ടെന്ന് മൂപ്പനെ അറിയിക്കാൻ വേണ്ടിയിട്ട് അയാളെ പിന്നാലെ ഓടുകയാണ്. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കള്ളം കട്ടുകൊണ്ടുപോയാൽ പോലും കർഷകൻ നടുന്ന സമയത്തും അത് നഷ്ടപ്പെട്ട സമയത്തും ഒക്കെ നല്ല നീയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മാങ്ങ വാങ്ങിയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമുക്കൊരു 100 കിലോ മാങ്ങ വാങ്ങിയിട്ട് നമുക്ക് കൊടുക്കാൻ ചിലപ്പോൾ സാമ്പത്തിക ശേഷി കിട്ടിക്കൊള്ളുന്നില്ല സ്വതക്ക ചെയ്യാൻ. എന്നാൽ അതൊന്നുമില്ലാതെ നമ്മളൊരു മാവ് നട്ട്, നല്ല മാവ് നട്ട് വളർത്തിയിട്ട് അതിൽ ഇഷ്ടം പോലെ വലിയ മാവ് വലുതായി മുകളിൽ നമുക്കൊക്കെ കൊണ്ടോ പറിക്കാനൊന്നും കഴിയാത്ത ആൾക്ക് 100 കണക്കിന് മാങ്ങകളുണ്ട്. അതിങ്ങനെ പക്ഷികൾ വന്നിട്ട് കൃത്യമായിട്ട് തിന്ന് അവർക്ക് ആവശ്യമുള്ളതൊക്കെ തിന്നിട്ട് അങ്ങനെ അവിടെ അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല നീയത്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര സ്വതക്കന്റെ കൂലിയാണ്, എത്ര സ്വതക്കയുടെ പ്രതിഫലമാണ് അതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അത് മനസ്സിലാക്കാൻ കഴിയണ്ടേ നമുക്ക്. അവിടെയാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഇല്ലാ കാന ലഹു ബിഹി സ്വദഖ, അവന് സ്വതക്കയുടെ പ്രതിഫലം ലഭിക്കുന്നതാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇൻ ഖാമത് അലാ അഹദികുമുൽ ഖിയാമ വഫീ യദിഹി ഫസീലത്തുൻ ഫൽയഗ്രിസ്ഹാ, അന്ത്യനാൾ സംഭവിക്കുകയാണെന്നിരിക്കെ നിങ്ങളുടെ കയ്യിൽ ഒരു തൈയുണ്ടെങ്കിൽ അവൻ അത് നട്ടുകൊള്ളട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിലിപ്പോ നട്ടിട്ട് എന്താ കാര്യം, ഇതൊന്നും ഞമ്മക്ക് കിട്ടൂലല്ലോ എന്നൊന്നും നമ്മൾ ചിന്തിക്കണ്ട. ഖിയാമത്ത് നാൾ നടക്കുകയാണ്. റസൂലുള്ളാഹി പറയാണ്, ഖിയാമത്ത് നാളിങ്ങനെ അതിന്റെ അവസ്ഥകൾ ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുകയാണ്. ആ സമയത്ത് കയ്യിൽ ഒരു തൈ ഉണ്ടെങ്കിൽ അത് നടണം, അത് ചാടിക്കളയല്ല, ഇവിടെ നടണം. ആ രൂപത്തിൽ പോലും കൃഷിയെയും പരിസ്ഥിതി സംരക്ഷണത്തെയും പ്രോത്സാഹിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ഇസ്ലാം എന്ന് ചുരുക്കം. 1-2 സംഭവങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി. മഹാനായ ഫന്നജ് റളിയല്ലാഹു അൻഹു പറയാണ്,
ഈ യഅ്ല റളിയല്ലാഹു അൻഹു യമനിൽ അമീറായി വന്നപ്പോൾ കൂടെ വേറെയും ചില സ്വഹാബികൾ ഉണ്ടായിരുന്നു. യഅ്ല എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരിൽപ്പെട്ട സ്വഹാബിയാണ് യഅ്ല ബിൻ ഉമയ്യ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ യമനിലെ അമീറായിട്ട് വരുന്ന സമയത്ത് കൂടെ വേറെയും ചില സ്വഹാബികൾ ഉണ്ടായിരുന്നു. ഫന്നജ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു ദിവസം ഞാൻ ജോലിക്ക് വേണ്ടി തോട്ടത്തിലേക്ക് പോകുമ്പോൾ യഅ്ല റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ വന്ന സ്വഹാബിമാരിൽപ്പെട്ട ഒരു സ്വഹാബി എന്റെ കൂടെ വന്നു. ഞാൻ തോട്ടത്തിൽ വെള്ളം തിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അദ്ദേഹം അവിടെ ഇരുന്ന് കയ്യിലുണ്ടായിരുന്ന ബദാം അതിങ്ങനെ പൊളിച്ചിട്ട് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ബദാം നമുക്ക് കടകളിൽ കിട്ടുന്ന, നമ്മളെ വീടുകളിൽ നമ്മൾ ബദാം എന്ന് പറഞ്ഞ സാധനം നമ്മൾ വാങ്ങുന്ന ബദാം, അത് യഥാർത്ഥത്തിൽ ഒരു തോടിന്റെ ഉള്ളിലാണ്. ആ തോട് പൊളിച്ചിട്ടുള്ള സാധനമാണ് നമുക്ക് കിട്ടുന്നത്. തോടോടുകൂടെ കണ്ടവരുണ്ടാകും ബദാം. അപ്പൊ ആ തോട് പൊട്ടിച്ചിട്ട് അതിലുള്ള ബദാം കായികൾ ആ സ്വഹാബി ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ തോട്ടത്തില് പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. ഒരല്പസമയം കഴിഞ്ഞപ്പം ഫന്നജ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ സ്വഹാബി എന്നെ വിളിച്ചു, ഇങ്ങോട്ട് വരീന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നപ്പോ അദ്ദേഹം അതിൽ നിന്ന് ഒരു ബദാമിന്റെ വിത്ത് അതെടുത്തിട്ട് എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, മോനെ, ഇതിവിടെ കുഴിച്ചിട്ടാല് ഞാനിതിവിടെ കുഴിച്ചിടാം, കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നീ ഇത് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ വളർത്തിക്കൊണ്ടുവരുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ആ സ്വഹാബിയോട് ചോദിച്ച്, അല്ല, ഈ ബദാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് 1-2 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന സാധനമൊന്നുമല്ല, കുറെ വർഷങ്ങൾ വേണ്ടി വരും. ഇതിങ്ങനെ നട്ട് വെള്ളമൊഴിച്ച് വളർത്തി കൊണ്ടുവന്നിട്ടൊക്കെ ഇത് എപ്പോഴാകാനെന്ന് എന്ത് ഉപകാരമാണ് എനിക്കിതുകൊണ്ട് കിട്ടുക? ഒരു ബദാമെങ്കിലും പറിച്ചു തിന്നാനോ ഒരു കായെങ്കിലും അതിൽ നിന്ന് കിട്ടുമെങ്കിൽ ഒരു കാര്യം ഉണ്ടെന്ന് നോക്കി, വെള്ളമൊഴിച്ചിട്ട് വളർത്തുന്നതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യമാണ് ഇതിനെ കൊണ്ടുള്ളതെന്ന് ചോദിച്ചു. ഒരു ഉപകാരവും എനിക്കിത് ചെയ്യൂലല്ലോ. മറ്റൊരാളുടെ തോട്ടത്തിൽ ഒരു വൃക്ഷം നട്ടു വളർത്തിയിട്ട് എനിക്കെന്താ കാര്യം എന്ന മട്ടിലായിരുന്നു ഞാൻ ചോദിച്ചത്. സുബ്ഹാനല്ലാഹ്, ആ സമയത്ത് ആ സ്വഹാബി എന്നോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ എന്റെ ഈ 2 ചെവി കൊണ്ടും നേരിട്ട് കേട്ടതാണ്. എന്താണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്? മൻ നസബ ശജറ ഫസബറ അലാ ഹിഫ്ദിഹാ വൽ ഖിയാമി അലൈഹാ ഹത്താ തുസ്മിറ കാന ലഹു ഫീ കുല്ലി ശൈഇൻ യുസാബു മിൻ സമറതിഹാ സദഖത്തുൻ ഇൻദല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ ഒരു വൃക്ഷത്തെ നട്ടു, എന്നിട്ട് അത് സംരക്ഷിക്കുന്നതിൽ ക്ഷമ കൈക്കൊണ്ടു. ഒരുപക്ഷെ എനിക്കിതിൽ നിന്ന് പഴം കിട്ടിയില്ലെങ്കിലും ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു കാലം ഇത് ഉപകരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ അതിനെ നട്ടു വളർത്താൻ വേണ്ടി പരിശ്രമിച്ചു. എന്നാൽ റസൂലുള്ള പറയുകയാണ്, ഈ മരം 5 കൊല്ലമോ 10 കൊല്ലമോ 20 കൊല്ലമോ 50 കൊല്ലമോ കഴിഞ്ഞിട്ടാണ് പഴം നൽകുന്നതെങ്കിലും ആ വൃക്ഷം പഴം നൽകി തുടങ്ങിയാൽ ആ പഴങ്ങൾ ആർക്ക് ഉപകരിച്ചാലും, പക്ഷി തിന്നാലും മറ്റുള്ളവരത് ഭക്ഷിച്ചാലും ആർക്കത് ഉപകരിച്ചാലും നട്ടവന് അല്ലാഹുവിന്റെ അടുക്കൽ ഓരോന്നിനും പ്രതിഫലം ലഭിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആ സ്വഹാബിയോട് ഒന്നുകൂടെ ചോദിച്ചു, അല്ല റസൂലുള്ള പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതേ മോനെ, ഞാൻ നേരിട്ട് കേട്ടതാണെന്ന് ആ സ്വഹാബി മറുപടി പറഞ്ഞു. അങ്ങനെ എങ്കിൽ നിങ്ങൾ ആ ബദാമിന്റെ വിത്തവിടെ നട്ടുകൊള്ളുക, ഞാൻ വെള്ളമൊഴിച്ചു വളർത്തിക്കൊള്ളാമെന്ന് ഫന്നജ് റളിയല്ലാഹു അൻഹു മറുപടി പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ പിന്നീട് ലോകത്ത് അറിയപ്പെട്ട ദൈനബാദി എന്ന പേരിൽ അറിയപ്പെടുന്ന ബദാം ഈ തൈയിൽ നിന്നാണ് ഉണ്ടായതെന്ന് പറയപ്പെടുന്നു.
കണ്ടോ, നല്ല നീയത്തോടുകൂടെ ആ ബദാം അവിടെ നട്ടതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ ഒരുപാട് ആയിരക്കണക്കിന് തൈകൾ ഉണ്ടാകുന്നു. ആയിരക്കണക്കിന് ആളുകൾക്ക് അത് ഉപകരിക്കുന്നു. അവര് ഭക്ഷണമായി കഴിക്കുന്നു. പക്ഷികളും മൃഗങ്ങളും ഉപയോഗിക്കുന്നു. സുബ്ഹാനല്ലാഹ്. നീയത്ത് നന്നാക്കിയപ്പോൾ അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുമെന്നതിന്റെ ഉദാഹരണമാണ്. ഇനിയും എത്ര വേണം ഉദാഹരണം പ്രിയപ്പെട്ടവരെ. ഉമാറത്ത് ബിൻ ഖുസൈമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ എന്റെ പിതാവിനോട് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നേരിട്ട് ദീൻ പഠിച്ച ആളാണല്ലോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ ഭൂമിയിൽ കൃഷി ചെയ്യണമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. റളിയല്ലാഹു അൻഹു എന്റെ പ്രായമുള്ള ഉപ്പാനോട് പറയാൻ ഒരു ദിവസം വന്നിട്ട്, വൃദ്ധനായ എന്റെ ഉപ്പയോട് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ ഭൂമിയിൽ കൃഷി ചെയ്യണം, നിർബന്ധമായും കൃഷി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഉപ്പ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അല്ല, ഈ വയസ്സാങ്കാലത്ത് ഞാൻ കൃഷി ചെയ്തിട്ട് എന്താ കാര്യം? നാളെ മരിക്കാൻ പോകുന്ന ആളല്ലേ ഞാൻ, പിന്നെ ഞാൻ കൃഷി ചെയ്തിട്ട് എന്ത് കാര്യമാണ്? അതെനിക്ക് ഉപകരിക്കില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഉപ്പയോട് പറഞ്ഞത്, അതേ, നിങ്ങൾ നിർബന്ധമായും അവിടെ കൃഷി ചെയ്യണം, അതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഈ പ്രായമുള്ള എന്റെ ഉപ്പയും കൂടെ കൂടിയിട്ട് രണ്ടുപേരും കൂടെ അവിടെ കൃഷി ചെയ്തത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. എന്റെ അനുഭവത്തിലുള്ള പാഠമാണ്. പ്രായമൊന്നും അവിടെ വിഷയമുള്ള കാര്യമല്ല. മാത്രമല്ല, മഹാന്മാര് പറയുന്നത്, അതേ, അവര് പഠിപ്പിച്ചു കൊടുക്കുന്നത്, ഒരുപക്ഷേ നമ്മൾ തിന്നുന്ന ഭക്ഷണ സാധനങ്ങൾ അത് നമ്മൾ കൃഷി ചെയ്തിട്ട് കിട്ടിയതല്ലല്ലോ. നമ്മുടെ മുൻഗാമികളായ പലരും നല്ല നീയത്തോടുകൂടെ കൃഷി ചെയ്തപ്പോ 10-50 കൊല്ലം മുമ്പ് ഉപ്പാപ്പ നട്ടുവളർത്തിയ തെങ്ങിൽ നിന്നാണ് നമ്മൾ തേങ്ങ തിന്നുന്നത്. അതേ, ഉപ്പ നട്ടുവളർത്തിയ മാവിൽ നിന്നാണ് നമ്മൾ മാമ്പഴം കഴിക്കുന്നത്. ഇങ്ങനെ പലരും നട്ടതിൽ നിന്ന് ഫലം നമുക്ക് കിട്ടുന്നു, നമ്മൾ നട്ടതിൽ നിന്ന് മറ്റു പലർക്കും ഫലം കിട്ടുന്നു. ഈ രീതിയാണ്. അതുകൊണ്ട് നമുക്ക് ഉപകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ തിന്നല് മാത്രമല്ല, മറ്റുള്ളവരെ തിന്നിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ, അതിന് ആ നിലക്കൊരു ഉപകാരം ഇതുകൊണ്ട് കിട്ടുമെങ്കിൽ, ഇനി ഭക്ഷണം ഇത് ഒരു ഫലമുണ്ടാകുന്ന വൃക്ഷമല്ലെങ്കിൽ പോലും ഇതുകൊണ്ട് ആർക്കെങ്കിലും ഒരു തണല് കിട്ടുമെങ്കിൽ പോലും അതൊരു വലിയ സ്വതക്കയാണ്. സ്വഹാബികളിൽപ്പെട്ട അബൂദർദാ റളിയല്ലാഹു അൻഹു ഒരുപാട് കൊല്ലങ്ങൾ കഴിഞ്ഞാൽ മാത്രം ഫലമുണ്ടാകുന്ന ഒരു ചെടി, ഒരു മരം, അത് നടാൻ വേണ്ടി ഇങ്ങനെ ഉദ്ദേശിച്ച് നട്ടുകൊണ്ടിരിക്കുമ്പോ അതിലൂടെ ഒരാള് നടന്നു പോകുന്നുണ്ട്. അയാള് അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, അല്ല, നിങ്ങളിത് നട്ടിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യമാണ്? ഇന്നോ നാളെയോ മരിക്കേണ്ട ആളല്ലേ നിങ്ങൾ മരിക്കുന്നതിന്റെ കൊല്ലത്തിന്റെ ഉള്ളിലൊന്നും ഇത് നിങ്ങൾക്ക് തിന്നാൻ കിട്ടുന്ന സാധനമല്ലല്ലോ. ഇത് കേട്ടപ്പോ അബൂദർദാ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞത്, അതേ, വമാ അലയ്യ അൻ യകൂന ലീ അജ്റുഹാ വയഅകുലു മഹ്ലാഹാ ഗൈരി. ഈ കൃഷി ചെയ്ത കാരണത്താൽ, ഈ മരം നട്ടുപിടിപ്പിച്ച കാരണത്താൽ എനിക്ക് ആഖിറത്തിൽ പ്രതിഫലം കിട്ടണമെന്നതാണ് എന്റെ നിയ്യത്ത്. മറ്റുള്ളവർക്ക് ഇതിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ കിട്ടണം.
അതുകൊണ്ട് എനിക്ക് എന്ത് തടസ്സമാണുള്ളത് എന്ന് മഹാനവറുകൾ മറുപടി പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, കണ്ടോ നിങ്ങൾ, ഇങ്ങനെ എല്ലാ വിഷയങ്ങളിലും പരിശുദ്ധമായ ഇസ്ലാം വളരെ കൃത്യമായി നമുക്ക് പാഠങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് പരിസ്ഥിതിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിഷയങ്ങൾ ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കലും ഹരിതവൽക്കരണവും. പരിസ്ഥിതി സംരക്ഷണത്തിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ്, അതെ, നമ്മുടെ ജലാശയങ്ങളും നമ്മുടെ പൊതുവഴികളും നമ്മുടെ അന്തരീക്ഷവും ഒന്നും നമ്മൾ മലിനമാക്കാൻ പാടില്ല. അത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വലിയൊരു ആശയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത്തഖുൽ മലാഇന തലാസ അൽ ബറാസ ഫിൽ മവാരിദി വഖാരിഅത ത്വരീഖി വല്ലിൽ. ശാപം കിട്ടാൻ കാരണമാകുന്ന 3 കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. ശാപം കിട്ടാൻ കാരണമാകുന്ന 3 കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഒന്നാമത്തേത്, അതെ, വെള്ളത്തിൽ, കുളങ്ങളിലോ പുഴകളിലോ നദികളിലോ ജലാശയങ്ങളിലോ ഒന്നും നിങ്ങൾ വിസർജിക്കാൻ പാടില്ല. നിങ്ങൾ അവിടെ വേസ്റ്റ് കൊണ്ടുപോയി ഇടാൻ പാടില്ല, അതിനെ മലിനമാക്കാൻ പാടില്ല. അത് ജനങ്ങളുടെ ഇടയിൽ മറ്റുള്ളവരിൽ നിന്ന് ശാപം കിട്ടാനുള്ള കാരണമാണ്. നമ്മൾ എത്ര ആളെ ശപിച്ചിട്ടുണ്ട്, എന്നാ നമുക്കും ഇതുപോലെ ശാപം കിട്ടുമെന്ന് നമ്മൾ ആലോചിക്കേണ്ട, അത് ആലോചിക്കൂല. കക്കാട് പുഴയുടെ ഭാഗത്തുകൂടെ നമ്മളിങ്ങനെ പോകുമ്പം ആ പുഴയിലേക്ക് കൊണ്ടുവന്ന് തള്ളിയ മാലിന്യങ്ങൾ കാണുമ്പം സ്മെല്ല് കൊണ്ട് മൂക്ക് പൊത്തിയിട്ടല്ലാതെ അതിലൂടെ നമ്മൾക്ക് കടന്നു പോകാൻ കഴിയാതെ വരുമ്പം കോഴിയുടെ വേസ്റ്റും മറ്റു മാലിന്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് തള്ളിയത് കാണുമ്പോൾ നമ്മൾ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്, ഇതേത് ഇന്നാളിന്നാളെ കൊണ്ടിട്ടെന്ന് പറഞ്ഞു ചീത്ത പറഞ്ഞിട്ടുണ്ടാവും, എന്തെല്ലാം ആക്ഷേപങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്തെല്ലാം കുറ്റപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്, എത്രമാത്രം ശാപവാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. എന്നാ നമ്മുടെ വീട്ടിൽ ഒരു വേസ്റ്റ്, അത് തൊട്ടടുത്ത അയൽവാസിക്ക് അതുകൊണ്ട് ശല്യമുണ്ടാകുന്നത്, മറ്റുള്ളവർക്ക് ശല്യമുണ്ടാകുന്നത്, ആ നിലക്ക് നമ്മളതിനെ ആ രൂപത്തിൽ കൊണ്ടുപോയിട്ട് അവിടെ ഇവിടെ ഇടുമ്പം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള നമ്മൾ ഉപയോഗിക്കുന്ന വേസ്റ്റ് വെള്ളം, മലിനവെള്ളം, അത് പൊട്ടിയൊലിച്ച് ടാങ്കിൽ നിന്ന് പൊട്ടിയൊലിച്ച് അടുത്ത വീട്ടിന്റെ പറമ്പിലേക്കും മറ്റും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു സ്മെല്ലുണ്ടാകുന്ന രൂപത്തിൽ ആകുമ്പോൾ തന്നെ അവരുടെ ഭാഗത്ത് നിന്ന് അവർ എത്രമാത്രം ശാപവാക്കുകൾ പറയുന്നുണ്ടാകും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കട്ടെ. ചില ആളുകൾ അവരവരെ കാര്യം മാത്രം, മറ്റുള്ളവന് എന്തായാലും വേണ്ടില്ല എന്നുള്ള ചിന്താഗതി നമുക്ക് പാടില്ലാത്തതാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ഇത്തഖുൽ മലാഇ, ശാപം കിട്ടാൻ കാരണമാകുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്, നിങ്ങൾ സൂക്ഷിച്ചേ പറ്റുള്ളൂ. ഒന്ന്, വെള്ളം, ജലസ്രോതസ്സുകൾ മലിനമാക്കാൻ പാടില്ല. രണ്ടാമത്തേത് വഖാരിഅത ത്വരീഖ്, പൊതുവഴികൾ, അതും മലിനപ്പെടുത്താൻ പാടില്ല. പൊതുവഴിയിൽ മൂത്രിക്കുക, കാഷ്ടിക്കുക, മാലിന്യങ്ങൾ കൊണ്ടുപോയി തള്ളിക്കളയുക, റോട്ടിലും ജനങ്ങൾ നടന്നു പോകുന്ന വഴികളിലുമൊക്കെ. വണ്ടിയിൽ പോകുമ്പം പിന്നെ അതാ കുറെ അങ്ങോട്ടെത്തുമ്പം ഒരു കെട്ട് സാധനം അങ്ങനെ തന്നെ അങ്ങ് പോവാണ്. ഈ കെട്ട് കൊടുത്തിട്ട് ബാക്കിൽ ആൾ ഓടി വരികയാണ്. ആള് വിചാരിച്ചത് വീണുപോയതല്ല, സംഭവം ആളില്ലാത്ത സ്ഥലമാണെന്ന് മനസ്സിലാക്കിയിട്ട് മെല്ലന കെട്ടയച്ച് വിട്ടതാണ്. ബാക്കിലുള്ള ആള് വിചാരിച്ച് സഞ്ചി കെട്ടും വീണുപോയതാണ്. അങ്ങനെല്ലാം ഉണ്ടാകലുണ്ട്. എന്തെല്ലാം ടീം. അപ്പേ ഈ സഞ്ചിയിൽ എന്തെല്ലാം ഉള്ളത്, അതിലില്ലാത്തൊന്നുമില്ല, എല്ലാതരം വേസ്റ്റ് അതിലുണ്ട്. ചിലപ്പം കള്ളന്മാരെ പിടിക്കാനുള്ളതും അതിൽ തന്നെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവില്ല. കക്കാൻ പഠിച്ചാൽ പോലെ നിൽക്കാൻ പഠിക്കണം എന്ന് പറയുന്നത് മുമ്പ്. വേസ്റ്റ് കൊണ്ടിടുമ്പോൾ ചില ആളുടെ അതിൽ പിടിക്കപ്പെടേണ്ട സാധനങ്ങൾ അതിലുണ്ടാവും. എന്ന് പറഞ്ഞാല് പിന്നെ ചിലപ്പം വീട്ടിന്റെ അഡ്രസ്സോ അല്ലെങ്കിൽ കല്യാണത്തിന്റെ കത്തോ അങ്ങനെയൊക്കെ ഉണ്ടാകലുണ്ട്. അങ്ങനെയൊന്നും ചിലപ്പം ഇതിൽ നിന്ന് ഈ സാധനമായിട്ട് നേരെ ആ പുരക്കേക്ക് ആളുകൾ വരുത്തുന്നുണ്ട്. അങ്ങനെയും പിടിക്കലുണ്ട്, പലരെയും ക്യാമറ വെച്ചിട്ട് പിടിക്കലുണ്ട്. അങ്ങനെ പല നിലക്കും. ഏതായാലും നമ്മൾ അങ്ങനെ
ഇത് ക്യാമറ ഇല്ലാത്ത സ്ഥലമാണ്, ഇവിടെ അങ്ങ് തള്ളിക്കളയാന്ന് വെച്ചാൽ അങ്ങനൊന്നും നമ്മൾ ചെയ്യരുത്. മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ടൊരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല. പരിസ്ഥിതിയെ നാം സംരക്ഷിക്കുകയാണ് വേണ്ടത്, അതിനെ മലിനമാക്കുകയല്ല വേണ്ടത്. ഒരു നിലക്കും നമ്മളെ കൊണ്ടൊരാൾക്ക് ഒരു വിഷമം ഉണ്ടാകരുത്. നമ്മൾ അത്രമാത്രം ശ്രദ്ധിക്കണം. മഹാന്മാരെ കുറിച്ച് പറയുമ്പോൾ അവര് വീട്ടിൽ ഭയങ്കരം എലിശല്യം. പൂച്ചനെ വളർത്തിയാൽ എലി ഏതെങ്കിലും ഭാഗത്തേക്ക് ഓടിപ്പോകുമല്ലോ എന്ന് ആരോ പറഞ്ഞപ്പോ ഒരു പറഞ്ഞത്, പൂച്ചനെ വളർത്തിയാൽ ശരിയാണ്, എലിയൊക്കെ ഓടും, എലി പൊരക്കുണ്ടാവില്ല, നല്ല തന്നെയാണ്. പക്ഷെ എലി പോകലെവിടെയാണ്? എലി അപ്പുറത്തെ പൊരക്കേക്ക പോവാ. നമ്മളെ പൊരക്കുന്ന് പോയാൽ അപ്പുറത്തെ പൊരക്കേക്കല്ലേ പോവാന്? അത് വേണ്ട. നമുക്ക് ഭയങ്കര സുഖവും മറ്റുള്ളവർക്ക് വിഷമവും, അത് വേണ്ട എന്ന് ചിന്തിക്കുന്ന ആളുകൾ. വീടെടുക്കുന്ന സമയത്ത് വീട്ടിന്റെ മേലെ 2ാം നിലയും 3ാം നിലയൊക്കെ എടുക്കുമ്പോൾ അടുത്തുള്ള അയൽവാസികളോട് സമ്മതം ചോദിക്കണം എന്നാണ് ഇസ്ലാം പറയുന്നത്. എന്തുകൊണ്ട്? അവർക്ക് കാറ്റ് തടയപ്പെടാനും അവർക്ക് നല്ല ശുദ്ധമായി തടയപ്പെടാനൊക്കെ ഇത് കാരണമാകും. അപ്പൊ അവരോട് പോയിട്ട് ഒരു വാക്ക് പറയണേ, മേലെടുക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ടോ? ഇത്രമാത്രം മറ്റുള്ളവരുടെ സ്നേഹവും സന്തോഷവുമാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത്. അതാണ് ഇസ്ലാം പറയുന്നത്. അവിടെ അതൊന്നും നമ്മൾ വിലവെക്കാതെ നമ്മുടെ സുഖം മാത്രം ചിന്തിച്ചുകൊണ്ട് മറ്റുള്ളവർ എന്തായാലും വേണ്ടിയില്ല എന്നുള്ള നിലക്കുള്ള ചിന്താഗതി പാടില്ലാത്തതാണ്. അപ്പം ശാപം കിട്ടാൻ കാരണമാകുന്ന 3 കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. 1, ജലസ്രോതസ്സുകൾ മലിനപ്പെടുത്താൻ പാടില്ല. 2, പൊതുവഴികളിൽ മാലിന്യങ്ങൾ കൊണ്ടു തള്ളാൻ പാടില്ല, അവിടെ വിസർജിക്കാൻ പാടില്ല, മൂത്രമൊഴിക്കാൻ പാടില്ല, കാഷ്ടിക്കാൻ പാടില്ല. 3-ാമത്തേത് തണലുകളിൽ മരത്തണലുകളിൽ കൊണ്ടുപോയി വിസർജിക്കുകയോ മാലിന്യങ്ങൾ കൊണ്ടുപോയി ഇടുകയൊന്നും ചെയ്യാൻ പാടില്ല. ജനങ്ങൾ വന്ന് തണൽ കൊള്ളുന്ന സ്ഥലമായിരിക്കും, വൈകുന്നേരങ്ങളിലും മറ്റുമൊക്കെ അവർ വിശ്രമിക്കാൻ വന്നിരിക്കുന്ന സ്ഥലമായിരിക്കും. അവിടെ നമ്മൾ ഈ സാധനങ്ങൾ കൊണ്ടിട്ടതിനാൽ അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും. അതൊന്നും ചെയ്യാൻ പാടില്ല. ലാ യബൂലന്ന അഹദുകും ഫിൽ മാഇ ദാഇമിൽ ലദീ ലാ യജ്രി സുമ്മ യഗ്തസിലു ഫീഹി. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, നിങ്ങളിൽ ആരും കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മൂത്രമൊഴിക്കാൻ പാടില്ല, എന്നിട്ട് ആ വെള്ളത്തിൽ തന്നെ കുളിക്കുകയും ചെയ്യാം. കുളത്തിലെ വെള്ളം ഒഴുകുന്നൊന്നുമില്ല, വലിയ കുളമാണ്, ഇഷ്ടംപോലെ വെള്ളമൊക്കെ ഉണ്ട്. മൂത്രയിൽ ഒഴിച്ച് ഒരാള് പുറത്തുനിന്ന് മൂത്രം ഒഴിച്ചാൽ കുളിക്കുന്ന സമയത്ത് അടിയിൽ നിന്ന് ഒഴിച്ചാൽ ചിലപ്പോൾ ആരും കാണൂലല്ലോ എന്ന് വിചാരിച്ച് ഇറങ്ങിപ്പോകണ്ട, എന്നിട്ട് അതിൽ തന്നെ മുങ്ങി കുളിക്കാന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ കഥ? ഇങ്ങനെയുണ്ട് മനുഷ്യന്മാർ. അങ്ങനെയൊന്നും ആവരുത്. ചില ആളുകൾ വിചാരിക്കും ഏതായാലും ഞാൻ കുളിച്ചിട്ട് അങ്ങ് പോവാൻ പോവാണ്, ഇനി ഞാൻ മുങ്ങുന്നില്ല, മൂത്രം ഒഴിച്ചിട്ട് പോവാ, എന്നാ അടുത്തോ ഏതായാലും ഇതല്ലേ മുങ്ങേണ്ടത്, ഈ വെള്ളത്തിലല്ലേ മുങ്ങേണ്ടത്. ഇങ്ങനെ നമ്മൾ കേടുവരുത്താൻ പറ്റുമോ? ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പൊ മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യരുത്, സൂക്ഷിക്കേണ്ടതാണ്. ഇനി നോക്കൂ, നിങ്ങൾ പരിസ്ഥിതിയോട് വലിയ കൂറ് പുലർത്തിയ മതമാണ് ഇസ്ലാം എന്ന് വെറുതെ പറഞ്ഞതല്ലേ. എന്തെല്ലാം നിയമങ്ങളാണ് ആ വിഷയകമായിട്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. വഴിയിലെ തടസ്സം നീക്കാനാണ് ഇസ്ലാം പറയുന്നത്. യുമീത്തുൽ അദാ അനി ത്വരിയത്തി സദഖ, ഇമാതത്തുൽ അദാ അനി ത്വരിയത്ത്. വഴിയിലുള്ള തടസ്സങ്ങൾ നീക്കുന്നതിൽ സ്വതക്കയുണ്ട് എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. നമ്മൾ നടന്നു പോകുമ്പം വഴിയിൽ മുള്ളു കണ്ടാൽ, കല്ല് കണ്ടാൽ, പോകുന്ന വാഹനങ്ങൾ ചിലപ്പം തട്ടിയിട്ട് വീണുപോകും, അല്ലെങ്കിൽ നടന്നു പോകുന്ന ആള് ശ്രദ്ധിക്കാതെ നടന്നാല് അത് തടഞ്ഞു വീണു പോകുന്നൊക്കെ കാണുമ്പോൾ അതും എല്ലാവരും ഒരു സൈഡിലേക്കൊന്ന് മാറ്റിവെച്ചാൽ, ആ മുള്ള് അവിടുന്ന് എടുത്ത് മാറ്റിയാൽ, അല്ലെങ്കിൽ ഓല വീണ് കിടക്കുന്നുണ്ട്, നടക്കുന്ന ആളുകൾക്ക് മറ്റൊക്കെ പ്രയാസമാണ്. ഒരു വടി അല്ലെങ്കിൽ ഒരു കൊള്ളി മഴത്തോ മറ്റോ ഇങ്ങനെ ഒരു കൊമ്പ് പൊട്ടി വീണിട്ട് ഇങ്ങനെ തടസ്സപ്പെട്ടിട്ടുണ്ട് വഴി, അതൊന്ന് മാറ്റി കൊടുത്താൽ ഒരു ചെറിയ കാര്യമായിരിക്കും, പക്ഷെ അതുകൊണ്ട് കിട്ടുന്ന ഗുണം എത്രയാണ്! എത്ര ആളുകളുടെ തടസ്സങ്ങളാണ് നമ്മൾ നീക്കിക്കൊടുത്തത്. പരിശുദ്ധ ഇസ്ലാം ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മോട് പറയുന്നുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ദീനിന്റെ ആ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് വേണം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ നാം ചിട്ടപ്പെടുത്തേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇസ്ലാമിന്റെ നിയമങ്ങൾ, ദീൻ കാര്യങ്ങൾ അനുസരിച്ച് ജീവിച്ച് റബ്ബിന്റെ പൊരുത്തത്തിലായി ജീവിച്ച് മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസമാണല്ലോ.
ഒരുപാട് മഹാന്മാരെ അനുസ്മരിക്കുന്ന സമയമാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ ആണ്ടിന്റെ ദിവസമാണ് ദുൽഹിജ്ജ മാസത്തിൽ. ഈ കഴിഞ്ഞ ദിവസം നമ്മിൽ നിന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ആണ്ടിന്റെ ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തൊരു ഇഷ്ടമാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട്. എല്ലാ സഹാബിമാരോടും റസൂലുള്ളാഹിക്ക് ഇഷ്ടം തന്നെ, പക്ഷെ ചിലരോടൊക്കെ പ്രത്യേകമായ ചില ഇഷ്ടങ്ങൾ ഉണ്ടാവും. ആ ഇഷ്ടം കൊണ്ടല്ലേ മുത്തുനബി തങ്ങള് 2 മക്കളെ കെട്ടിച്ചു കൊടുത്തത്. ഇനി ഒരു അടുത്ത ജന്മത്തില് പുതിയാപ്പിളയായിട്ട് എടുക്കാൻ അവസരം ഉണ്ടെങ്കിൽ ഏതായാലും എടുക്കൂല തീരുമാനിച്ചവരായിരിക്കും പലരും ഉണ്ടാകുക. കാരണം ഇയാളുടെ സ്വഭാവമാണ്. എന്നാൽ അവിടെയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ റുഖയ്യ ബീവിക്ക് ആദ്യം കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നബുവത്ത് കിട്ടുന്നതിന് മുമ്പാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക് റുഖയ്യ ബീവിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത്. നബുവത്ത് കിട്ടുന്നതിന് മുമ്പ്. അങ്ങനെ നബുവത്തൊക്കെ കിട്ടി മക്കയിലുള്ള ആ ജീവിതം, 10-13 കൊല്ലത്തെ ജീവിതം. അവിടുന്ന് 53-ാമത്തെ വയസ്സിൽ ഹിജറ പോയി മദീനയിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ. ഈ 13 കൊല്ലത്തെ ജീവിതത്തിന്റെ ഇടയിലൊക്കെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഒരുപാട് പീഡനങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഹിജറ പോയതിന്റെ ശേഷം ഹിജറയുടെ 2ാമത്തെ വർഷമല്ലേ ബദർ യുദ്ധം നടക്കുന്നത്. ആ ബദർ യുദ്ധത്തിന് വേണ്ടി സ്വഹാബികൾ ഒരുമിച്ച് കൂട്ടിയിട്ട് റസൂലുള്ളാഹി തങ്ങൾ പോകുമ്പം അന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂല് ഒരു വിടുതി നൽകിയിരുന്നു, ഒരു അഫ്വ് നൽകിയിരുന്നു, ഒരു ഉദ്ർ നൽകി പരിഗണിച്ചുകൊണ്ട്. എന്താ ഉദ്ർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളാകുന്ന റുഖയ്യ ബീവിയാകുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ഭാര്യ അന്ന് രോഗിയായി കിടപ്പിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഭാര്യയെ ചികിത്സിക്കാനും പരിചരിക്കാനും വേണ്ടി അവിടെ നിൽക്കൽ നിർബന്ധമായതുകൊണ്ട് യുദ്ധത്തിന് വരേണ്ടതില്ല എന്ന് പറഞ്ഞു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ശരീരം മക്കത്താണെങ്കിലും മനസ്സ് മുഴുവനും ബദറിലാണ്, ബദരീങ്ങളോടൊപ്പമാണ്. അള്ളാഹു കബൂൽ ചെയ്യും. ഇന്ന് ബദരീങ്ങളുടെ പേര് പറയുമ്പോൾ നമ്മൾ 3ാമതായി പറയുന്നത് സയ്യിദുനാ ഉസ്മാൻ എന്നാണ്. ബദറിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും ബദരീങ്ങളിൽ പെട്ടു. നീയത്തുൽ മുഅ്മിൻ ഖൈറു മിൻ അമലിഹി. ഒരു മുഅ്മിനായ മനുഷ്യന്റെ നീയത്തിന്റെ കടുപ്പം അതാണ്. നീയത്തിന്റെ കടുപ്പം കൊണ്ട് ചിലപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയെക്കാളും വലിയ പ്രതിഫലം, സ്ഥാനവും അള്ളാഹു അവർക്ക് നൽകുമെന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെ ബദർ യുദ്ധം കഴിഞ്ഞ് റസൂലുള്ളാഹി തങ്ങൾ തിരിച്ചു വരുന്നതിന്റെ ഇടയിൽ അപ്പോഴേക്ക് മഹദി വഫാത്തായി. ആ വഫാത്തായതിന്റെ ശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക് തന്റെ മറ്റൊരു മകളാകുന്ന ഉമ്മു കുൽസൂം ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുന്നതിന് മുമ്പ് തന്നെ ആ മകളും വഫാത്താകുകയാണ്. ഹിജറയുടെ 9ാമത്തെ വർഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ 2ാമത്തെ ഭാര്യയാകുന്ന ഉമ്മു കുൽസൂം ബീവി വഫാത്തായി. ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞൊരു വാക്കുണ്ട്, മുത്തനബി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്. റസൂലുള്ളാഹി തങ്ങളും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുമുള്ള തമ്മിലുള്ള ആ ബന്ധത്തിന്റെ ആഴം മനസ്സിലാക്കാൻ ആ ഒരൊറ്റ വാക്ക് മതി. റസൂലുള്ളാഹി തങ്ങളുടെ മനസ്സിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോടുള്ള ഇഷ്ടത്തിന്റെ ആഴം മനസ്സിലാക്കാൻ അത് മതി. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? ലൗ കാന ഇൻദനാ സാലിസ ലസവ്വജ്നാകഹാ ലൗ കാന ഇൻദനാ സാലിസ ലസവ്വജ്നാകഹാ. എനിക്ക് 3ാമതൊരുത്തി കൂടി ഉണ്ടായിരുന്നെങ്കിൽ അവളെയും ഞാൻ താങ്കൾക്ക് കല്യാണം കഴിപ്പിച്ചു തരുമായിരുന്നു എന്ന് റസൂലുള്ളാഹി പറയാൻ ഉണ്ടോ? എല്ലാ ഭാര്യമാരോടും ഏറ്റവും നല്ല സ്നേഹത്തോടെ സന്തോഷത്തോടെ പെരുമാറി അവരോടുള്ള കടമകൾ നിർവഹിച്ചു എന്നതുകൊണ്ടാണല്ലോ അതിൽ വീഴ്ച സംഭവിക്കാത്ത ആളാണെന്നുള്ള നിലക്കാണ് റസൂലുള്ളാഹി തങ്ങൾ മുത്തുനബി തങ്ങൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് ഈ വാചകം പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു ഓരോ ബർക്കത്തുകൊണ്ട് നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ വലിയ സമാധാനവും സന്തോഷവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം
റുഖയ്യ ബീവിന്റെ വീട്ടിലേക്ക് വരികയാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ ആദ്യത്തെ കല്യാണം കഴിഞ്ഞ് അങ്ങനെ ആ ജീവിതം ഇങ്ങനെ നടന്നുകൊടുക്കുന്നതിന്റെ ഇടയിൽ ഒരു ദിവസം റസൂലുള്ളാഹി തങ്ങൾ മകളുടെ വീട്ടിലേക്ക് വരികയാണ്. മകളുടെ വീട്ടിലേക്ക് വരുമ്പോൾ മുത്തുനബി തങ്ങൾ കാണുന്ന രംഗം എന്താണ്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ തല കഴുകി കൊടുക്കുകയാണ് ഭാര്യ റുഖയ്യ ബീവി അഥവാ റസൂലുള്ളാഹിന്റെ മോള്. തല ഇങ്ങനെ കഴുകി കൊടുക്കുന്നു. കുളിക്കുന്ന സമയത്തോ മറ്റോ തല കഴുകി കൊടുക്കുകയാണ്. ചിലപ്പോ തലയിൽ എന്തെങ്കിലും തേച്ചിട്ടോ മറ്റോ ഉണ്ടാകും, അത് കഴുകി കൊടുക്കുകയാണ് ഭാര്യ. റസൂലുള്ളാഹി തങ്ങൾ ആ സമയത്താണ് കയറി വരുന്നത്. യാ ബുനയ്യ അഹ്സിനി ഇലാ അബി അബ്ദില്ലാ ഫഇന്നഹു അശ്ബഹു അസ്ഹാബി ബി ഖുലുഖാ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ മോളോട് പറയാണ്, മോളെ റുഖയ്യ, നീ ഉസ്മാനോട് നന്മയിലായിട്ട് കഴിഞ്ഞുകൂടണം, നല്ല നിലക്ക് കഴിഞ്ഞുകൂടണം കേട്ടോ. കാരണം എന്റെ സ്വഹാബത്തിന്റെ കൂട്ടത്തില് സ്വഭാവം കൊണ്ട് എന്നോട് ഏറ്റവും കൂടുതൽ സാദൃശ്യമുള്ള ആളാണ് ഉസ്മാൻ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അപ്പൊ റസൂലുള്ളാഹിന്റെ സ്വഭാവം പോലത്തെ സ്വഭാവമുള്ള ആളാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ. മുത്തുനബിയുടെ ബർക്കത്ത് കൊണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ സ്വഭാവം നന്നാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധ ഖുർആനിനോട് എന്തൊരു വലിയ ബന്ധമാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക്. സുബ്ഹാനല്ലാഹ്. അവിടുന്ന് പറയുന്നുണ്ട്, മുസ്ഹഫിലേക്ക് നോക്കാത്ത ഒരു ദിവസം, ഒരു രാവും പകലും എനിക്ക് കടന്നു പോകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഖുർആൻ ഓതാത്ത ഒരു ദിവസം എനിക്ക് കടന്നു പോകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയാണ്. ആ നിലക്ക് വിശുദ്ധ ഖുർആനുമായിട്ട് വലിയ ബന്ധം പുലർത്തി. ചില സമയങ്ങളിൽ ഒരു ദിവസം തന്നെ ഒരു ഖത്ം ഓതി തീർക്കുമത്രേ. കഅബക്ക് സമീപം നിസ്കരിക്കുമ്പോൾ ഒരു റക്അത്തിൽ ഒരു ഖത്ം ഓതുമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. മഹാനവറുകൾക്ക് മറ്റു ചില നേരങ്ങളിൽ വെള്ളിയാഴ്ച രാവിൽ ഖത്തം തുടങ്ങി വ്യാഴാഴ്ച രാവിൽ ഖത്തം തീർക്കുന്ന ഒരു രീതി അങ്ങനെ ഉണ്ടായിരുന്നു. ഏതായാലും അവരെ ബർക്കത്ത് കൊണ്ട് ഖുർആനിനോടുള്ള നല്ല ഒരു ബന്ധം അല്ലാഹു നമുക്കും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇസ്രാ മിഅ്റാജിന്റെ യാത്രയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന്റെ യാത്ര നടത്തുമ്പോൾ ആകാശലോകത്ത് കൂടെ സഞ്ചരിക്കുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഖുർആൻ ഓതുന്നത് കണ്ടത് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇവിടുന്ന് ഖുർആൻ ഓതി ജീവിച്ചതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രത്യേകമായ ചില ലോകങ്ങളിലും ഖുർആൻ ഓതാനുള്ള അവസരവും അതിനുള്ള സാഹചര്യവും അള്ളാഹു നൽകുകയാണ്. ധർമ്മം കൊടുക്കുന്ന വിഷയത്തിൽ സമാനതകളില്ലാത്ത സ്വഭാവമാണ്. ഒരിക്കലും നമുക്ക് ഓരെപ്പോലത്തെ ഒരു സമാനത കാണാൻ കഴിയില്ല. അത്രക്ക് സ്വതക്ക കൊടുക്കാൻ എന്തൊരു താല്പര്യമാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ എത്രയും കൊടുക്കും, എന്തും കൊടുക്കും. നമ്മളെടുത്തിപ്പോ ഒരാൾ പിരിവിന് വന്നൊന്ന് കൂട്ടുക, നമ്മുടെ അടുത്ത് ഇഷ്ടം പോലെ പൈസ ഉണ്ടോ കൂട്ടുക, ഉണ്ടോ ഇല്ല എന്നുള്ള വേറെ വിഷയം, ഉണ്ടെന്ന് കൂട്ടുക. ഒരു വട്ടം നമ്മൾ കൊടുത്ത്, ഒരു വട്ടം കൊടുത്ത് രണ്ടാമത് ഇങ്ങനെ പിരിവിങ്ങനെ ഗ്രൂപ്പിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, വിഷയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാ പിന്നെ നമ്മൾ രണ്ടാമത് കൊടുക്കുവോ? കൊടുക്കൂല. ചിലപ്പം കൊടുത്തു നോക്കുക രണ്ടാമത്. എന്നാലും മൂന്നാമത് വീണ്ടും ചോദിക്കുകയാണ്. അപ്പോഴും കൊടുക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചോദിക്കുമ്പോഴെല്ലാം കൊടുക്കാനുള്ള ഒരു മനസ്സ് ഒരൊറ്റ വിഷയത്തിലാണ് ചോദിക്കുന്നത്, ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. ബദരീങ്ങൾ ആണ്ട് കണക്കാണ്, അല്ലെങ്കിൽ മൊഹീദ്ദീൻ ശേഖിന്റെ ആണ്ട് കണക്കാണ്, അല്ലെങ്കിൽ പള്ളി മദ്രസന്റെ എന്തോ പണി നടക്കുകയാണ്, അതിന് വേണ്ടിയിട്ട് പിരിവിന് വന്ന്, ആ പിരിവിന് വന്ന് ചോദിച്ച് പിറ്റേന്ന് പിന്നെയും പിരിവിന് വന്ന് അതിനെ ചോദിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാം ഇപ്പൊ ഇന്നലെ വന്നത് വെറും ഇതന്നെ പണി, വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിച്ച് നമ്മൾ ആട്ടി ഓടിക്കൂലേ? ഇവിടെയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ നമ്മൾ മാതൃകയാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത ഞെരുക്കമുണ്ടായ ഒരു സമയമുണ്ടായിരുന്നു. തബൂക്ക് യുദ്ധം നടക്കുന്ന സമയമാണ്. ആ യുദ്ധത്തിനുള്ള ക്രമീകരണങ്ങൾ നടത്താനും ഫണ്ട് സംഭാവന ചെയ്യാനും റസൂലുള്ളാഹി തങ്ങൾ ജനങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. സ്വഹാബത്തിനോട് റസൂലുള്ളാഹിന്റെ മഹത്വവും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയുന്നു, എഴുന്നേറ്റെന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് അലയ്യ മിഅതു ബഈദിൻ ബിഇഹ്ലാസിഹാ വഅഖതാബിഹാ ഫീ സബീലില്ലാഹ്.
ഓ നബിയെ, അള്ളാഹുവിന്റെ മാർഗത്തിലായി 100 ഒട്ടകങ്ങളും അതിന്റെ എല്ലാ ഉപകരണങ്ങളും ഞാൻ തരാം നബിയേ. തബൂക്ക് യുദ്ധത്തിന് പോകാനുള്ള 100 ഒട്ടകങ്ങൾ, ആ ഒട്ടകങ്ങൾ മാത്രമല്ല അതിനാവശ്യമായ ഉപകരണങ്ങൾ, ഒട്ടക കട്ടിലുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഞാൻ തരാം നബിയേ. വലിയൊരു സംഭാവനയാ കൊടുത്ത്, ചെറുതൊന്നല്ല. 100 ഒട്ടകം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിച്ചത്? ഒരു ഒട്ടകം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന വാഹനങ്ങളുടെ കൂട്ടത്തിൽ അന്ന് അത്രയും വലിയ വിലപിടിപ്പുള്ള ഒരു വാഹനമാണ് ഒരു ഒട്ടകം എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള 100 എണ്ണത്തിന് അതിന്റെ സർവ്വ ഉപകരണങ്ങളോടും കൂടെ കൊടുക്കാന്ന് പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂല് നിർത്തിയില്ല. നബിതങ്ങൾ സ്വഹാബത്തിനോട് വീണ്ടും വീണ്ടും പറയാൻ തുടങ്ങി, പോരാ, 100 എണ്ണം പോരാ, ഇനിയും വേണം. ആരാ തരാനുള്ളത്? ഇങ്ങനെ റസൂലുള്ള ചോദിച്ചോണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. വീണ്ടും ഉസ്മാൻ തങ്ങളാണ് എഴുന്നേൽക്കുന്നത്. യാ റസൂലല്ലാഹ്, ആ 100ന്റെ പുറമെ ഒരു 200 കൂടെ ഞാൻ തരാം. ഇന്നലല്ലേ തന്നത്, പിന്നെയും ചോദിക്കാം. അല്ല, വേറെ നിവൃത്തിയില്ല, ആചിക്കാം, പിന്നെ താക്കണ്ടേ, കാര്യങ്ങൾ നടക്കണ്ടേ, ഇക്കാർക്ക് കൂലി കൊടുക്കണ്ടേ, എന്നാ പിന്നെ പോട്ട് എന്ന് പറഞ്ഞിട്ട് ഇന്നലെ 5000 കൊടുത്തത് ഇന്ന് കൊടുക്കുമ്പോ 10,000 കൊടുക്കുക. പിന്നെ ഇന്ന് വല്ലാണ്ട് നിർബന്ധിച്ച് ചോദിച്ചാൽ പിന്നെ കൊടുക്കുമ്പോ 10,000 കൊടുക്കുക. അല്ല, അങ്ങനെ അഥവാ കൊടുക്കേണ്ടി വന്നാൽ തന്നെ പിന്നെ കൊടുക്കല് 1000 2000 ഒക്കെ കൊടുത്തിട്ട് ഇന്നലെ കൊടുത്തതിന് ചെറുതേ കൊടുക്കുള്ളൂ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ എന്താക്കിയെന്നറിയോ? ഇന്നലെ 100 കൊടുത്ത, അല്ല നേരത്തെ 100